السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. മോംസാർ സംഘടിപ്പിക്കുന്ന ഏർലി ബ്ലൂം പാരന്റിംഗ് കോഴ്സിന്റെ ഒരു ഫ്രീ വെബിനാറിലാണ് നമ്മൾ ഇരിക്കുന്നത്. എല്ലാവർക്കും പരിപാടിയിലേക്ക് സ്വാഗതം. അൽഹംദുലില്ലാ, ഇതൊരു നിങ്ങൾ പാരന്റിംഗ് പല സ്ഥലങ്ങളിലും കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതില് ഒരു കോഴ്സിന്റെ ഭാഗമായിട്ട് എങ്ങനെ നമ്മൾ പാരന്റിംഗ് ചെയ്യുന്നു എന്നതിന്റെ ഒരു ഫ്രീ വെബിനാറാണ് സത്യത്തില്. ഇൻഷാ അല്ലാ ഇതില് ഫസ്റ്റ് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞ കോഴ്സിലെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഫസ്റ്റ് ബാച്ച് മോംസോറയുടെ ഏർലി ബ്ലൂമിന്റെ ഫസ്റ്റ് ബാച്ചിൽ ജോയിൻ ചെയ്തിട്ടുള്ള സാജിർ ടീച്ചർ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ടീച്ചറെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ടീച്ചർ, വെൽക്കം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സുഹൃത്തുക്കളെ, അൽഹംദുലില്ലാ എന്തുകൊണ്ടും വളരെ നല്ല ഒരു ചർച്ചയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത്. ഞാൻ ഇന്നലെ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ ഒരു വിദ്യാർത്ഥിനി വന്നിട്ട് പറഞ്ഞു, കുറെ പറയാനുണ്ട്, ധാരാളം വിഷയങ്ങൾ പറയാനുണ്ട്, വീട്ടിലേക്ക് പോവാൻ എനിക്ക് ആഗ്രഹമില്ല. വീട്ടില് സൗകര്യങ്ങളുടെ കുറവോ അല്ലെങ്കിൽ പണത്തിന്റെ കുറവോ ഒന്നുമല്ല, പക്ഷെ വീട്ടിലേക്ക് പോവാൻ എനിക്ക് എന്താ തോന്നുന്നില്ല എന്നാണ് അവർ പറയുന്നത്, ആ മോള്. അപ്പൊ ഞാൻ എന്താണ് അതിന്റെ കാരണം എന്ന് ചോദിച്ചപ്പോ, വീട്ടില് ഉമ്മ ഉണ്ട്, ഉപ്പാന്റെ ഉമ്മയുണ്ട്, അതേപോലെ അനിയത്തിണ്ട്, അനിയനുണ്ട്. അങ്ങനെ സന്തോഷമുള്ള കുടുംബമാണ്. എങ്കിലും ഉമ്മയും ഉപ്പാന്റെ ഉമ്മയും തമ്മിലുള്ള ചെറിയ അസ്വസ്ഥതകള് അത് കുട്ടികളെ മനസ്സിൽ വല്ലാതെ ഏശുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോ സ്വാഭാവികമായിട്ടും വീട്ടില് സമാധാനാന്തരീക്ഷം ഇല്ല. ഉപ്പാന്റെ ഉമ്മയും അവളെ ഉമ്മയും അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സംശയങ്ങളും അതേപോലത്തെ ജോലി എടുക്കാത്ത പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അത് എല്ലാവർക്കും, അവിടെ വീട്ടിലുള്ള ആർക്കും സ്വസ്ഥതയില്ല. അവർക്കുമില്ല, ഉമ്മാക്കുമില്ല, ഉപ്പാക്കുമില്ല, കുടുംബത്തിലെ ആർക്കുമില്ല. എന്നാ വീടും സൗകര്യവും സിയും എല്ലാ സുഖ സൗകര്യങ്ങളും വീട്ടിലുണ്ട്. കുറെ സമയം ആലോചിച്ചു നോക്കി എന്താണ് കാരണം. ആ വല്യമ്മയെ എനിക്ക് വിളിക്കാറുണ്ട്, എനിക്ക് സമാധാനമില്ല മോളെ, എനിക്ക് സമാധാനമില്ല പറഞ്ഞിട്ട്. അപ്പൊ എന്താണ് വിഷയം ചോദിച്ചപ്പോ ഈ മോളുമായിട്ട് ഒക്കാത്ത പ്രശ്നങ്ങളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങൾ കുറച്ച് നേരത്തെ അത് മനസ്സിലാക്കേണ്ടതായിരുന്നു. മകനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് ദീനുള്ള ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സന്തോഷം ഉണ്ടാവുമായിരുന്നു. ഇത് മതമില്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞു കൊടുത്തു. അതെ, മോൾക്കും പറഞ്ഞത്. എനിക്ക് വലിയ റോളാണ് അവിടെ ഉള്ളത്. ഉമ്മമാനെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം പറഞ്ഞു. അപ്പൊ ഇത്തരം വിഷയങ്ങള് എന്ന് പറഞ്ഞ് കൊണ്ടുവരുന്നത്, നമ്മള് എല്ലാ സൗകര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സമാധാനം എന്നത് ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് കൗൺസിലിങ്ങും ഇങ്ങനെ കൂണ് പൊട്ടി മുളക്കുന്നത് പോലെ ഉണ്ടാവുന്നത്. അപ്പൊ എന്തുണ്ട് പരിഹാരം? അതിനൊക്കെ പരിഹാരം ഖുർആൻ തന്നെയാണ്. ഖുർആനിലെ ഓരോ ആയത്തുകളാണ്, ഖുർആന്റെ പഠനാണ്, അതിന്റെ ചർച്ചയാണ്. അത് കുടുംബങ്ങളിൽ ഉണ്ടാക്കുന്ന വളരെ വലിയ സ്വാധീനം. അതുകൊണ്ട് മാത്രമേ സന്തോഷം സമാധാനവും കുടുംബത്തിൽ ഉണ്ടാവുള്ളൂ. ശരിക്കും യഥാർത്ഥത്തിൽ ഞാൻ ഈ മോംസോറ പരിപാടിയെ കുറിച്ച് കണ്ടപ്പോ തന്നെ ഞാൻ ചേർന്നു. അൽഹംദുലില്ലാ, കുറെ ആളുകൾ ഇങ്ങനെ ചോദിക്കും എന്താണ്, എങ്ങനെയാണ് സമാധാനം കിട്ടുക എന്നൊക്കെ ചോദിക്കും. സ്വാഭാവികമായിട്ടും അത്തരം ഒരു ചോദ്യത്തിന്റെ മുന്നിലാണ് ഇങ്ങനൊരു ഉത്തരം മോംസോറ എനിക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും 6 മാസത്തെ ഒരു പ്രയാണം തന്നെയായിരുന്നു. ശരിക്കും ഞാൻ സജിയെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് എല്ലാ സമൂഹത്തിലെ എല്ലാവരും അറിയണം. ഉമ്മാക്ക് മകളെ കണ്ടുകൂടാ, മകൾക്ക് ഉമ്മാനെ കണ്ടുകൂടാ, ഒരു മരുമക്കളും മക്കളും തമ്മിലുള്ള പ്രശ്നങ്ങള്,
അതേപോലെ തന്നെ പെൺകുട്ടികള് അവര് വിവാഹം വരെ വേണ്ടാന്ന് പറയുന്ന ഈ കാലഘട്ടത്തില് എന്താണ് ശരി എന്ന് മനസ്സിലാക്കാൻ ഇത്തരം ക്ലാസ്സുകൾ, ഇത്തരം ചർച്ചകൾ, കൂട്ടായ്മകൾ എല്ലാ ഭാഗങ്ങളിലൂടെയും, പ്രത്യേകിച്ച് നമ്മൾ മലയാളക്കരയില് നമ്മളെ ഉമ്മമാർക്കിടയിൽ, സ്ത്രീകൾക്കിടയിൽ ഇത് തീർച്ചയായിട്ടും വേണം എന്ന് ഞാൻ സജിനെ വിളിച്ചിട്ട് പറഞ്ഞു. എന്തുകൊണ്ടും ആവശ്യമാണ്. കാരണം സമൂഹത്തിൽ ഇന്ന് നമുക്കറിയാം എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, പണമുണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് സമാധാനം എന്നൊന്നും ഇല്ലാതായിരിക്കുകയാണ്. അപ്പൊ ഈ ഘട്ടത്തില് എന്തുണ്ട് പരിഹാരം? ആ പരിഹാരം കാണലായിരുന്നു ശരിക്കും 6 മാസത്തെ ഈ പ്രോഗ്രാം. ഇതിൽ പങ്കെടുത്ത ഈ മോംസോറയിൽ ആദ്യം ആ കോഴ്സിൽ പങ്കെടുക്കാത്തവർ തീർച്ചയായിട്ടും ഇതിൽ പങ്കെടുക്കണം. ഇത് ശരിക്കും നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളതിലുപരിയായിട്ട് നമ്മുടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ കൂടി തീർക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. തീർച്ചയായിട്ടും ഇത്തരം കൂട്ടായ്മകള്, കൂടിയിരുത്തങ്ങള്, ചർച്ചകള് നമ്മളിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടാക്കും. ഇതൊക്കെയാണ് പരിഹാരം. ഞാൻ ഇന്നലെ ആ കുട്ടിന്റെ മുന്നിൽ ഞാൻ ആരെ നന്നാക്കും? ഉമ്മനോട് എന്ത് പറയും? ഉമ്മമാനോട് എന്ത് പറയും? ഈ മോളോട് എന്ത് പറയും? ഉപ്പ ഇന്നലെ വന്നോടെ, ഉപ്പ വന്നിട്ട് സംസാരിച്ചു. അപ്പൊ സംസാരിക്കുന്ന സമയത്ത് വന്നത് എന്തിനാണ്? അവർക്ക് ഉപ്പാക്കൊരു സമാധാനത്തിന് വേണ്ടിയാ വന്നത്. മോളെടുത്ത് ഞാൻ വന്ന് തിരിച്ചു വന്ന പാടെ പറഞ്ഞു, മോളെ നിനക്ക് വലിയൊരു റോൾ ഉണ്ട് അവിടെ. നീ എന്ത് ചെയ്യണം? ആ കുടുംബത്തില് ഉപ്പാനെയും ഉമ്മാനെയും അതേപോലെ ഉമ്മമാനെയും ഒക്കെ പിടിച്ച് നന്നാക്കേണ്ട ഒരാളാണ്. അതിന് നിനക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞയച്ചത്. അൽഹംദുലില്ലാഹ് ഇന്നാള് സന്തോഷത്തിലാണ് വീട്ടിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ ഈ ഈ ഇത്തരം പ്രശ്നങ്ങളെ എങ്ങനെ നേരിടണം എന്നുള്ളത് വ്യക്തമായി പഠിക്കാന് ഇത്തരം കോഴ്സുകള് എന്തുകൊണ്ടും അത്യാവശ്യമാണ് നമ്മുടെ സമൂഹത്തില് എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. എല്ലാവരെയും ഈ കോഴ്സിലേക്ക് സ്വാഗതം ചെയ്യാണ്. എന്തിനാന്ന് വെച്ചാല് നമ്മുടെ സമൂഹത്തിലെ ഇത്തരം അജ്ഞതകള്, അതേപോലെ സമാധാനക്കേടുകള്, അതേപോലെ തന്നെ ഈ സ്നേഹമില്ലായ്മ, അതിനൊക്കെയുള്ള ഉത്തരം ഈ ഖുർആനിലൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയും. അത് വ്യക്തമായിട്ട് വളരെ വളരെ സ്പഷ്ടമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾക്ക് ടീച്ചർ വിവരിച്ചു തരും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഈ പരിപാടിയിൽ ഉണ്ടാവണം എന്ന് ഒന്നുകൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഈ കൂടിയിരുത്തം സ്വർഗത്തിനാവട്ടെ, അതേപോലെ സമാധാനവും ശാന്തിയുമുള്ള ഒരു കുടുംബാന്തരീക്ഷം അതുണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ടീച്ചറെ അടുത്തുനിന്ന് കിട്ടുന്ന ഓരോ വാക്കുകളും മുത്തുകൾ പോലെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാല്. അത്രയും എന്താ പറയാ, ടീച്ചർ കോഴ്സിൽ ജോയിൻ ചെയ്ത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയൊരു, എനിക്കാണ് ഭയങ്കര പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യം. അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ ക്ലാസ്സിൽ ഉടനീളം ടീച്ചറുടെ ഒരു പ്രസൻസും ടീച്ചർ തന്നിട്ടുള്ള ഒരു സപ്പോർട്ടും അത് നല്ലോണം എന്റെ ആ കോഴ്സിനെ നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ടീച്ചർക്ക് ഇനിയും സംസാരിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു, ഇനിയും സംസാരിക്കാമായിരുന്നു. ആ ഒരു കുറച്ച് സംസാരമാണെങ്കിൽ കൂടിയും ക്ലാസ്സിന്റെ അവസാനമാണെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സമയത്താണെന്നുണ്ടെങ്കിൽ ടീച്ചർ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ടെക്സ്റ്റ് മെസ്സേജുകൾ അയക്കുക ചെയ്യുക. അപ്പൊ അതിങ്ങനെ വായിക്കുമ്പോ പറയുന്നതിനേക്കാൾ കൂടുതലാണ് വായിച്ച് നമുക്കിങ്ങനെ കിട്ടുമ്പോ ഓരോന്നും ഇപ്പോഴും ഓർമ്മയുണ്ട്. അതേപോലെ പേഴ്സ് ഓഫ് ഫെയ്ത്തിലും ടീച്ചറുടെ ആ ഒരു പ്രസൻസ് ഭയങ്കര ഒരു എനർജിയാണ് തന്നിട്ടുള്ളത്. ജസാക്കല്ലാഹു ഖൈർ. അതുപോലെ എന്താ പറയാ, ഇന്ന് ടീച്ചർ എന്തോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളിലൂടെയാണ് ടീച്ചർ പോയത്. ഞങ്ങൾ ഇതുവരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തില്ല, എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ എന്താണെന്ന് പറയാൻ ഉദ്ദേശിച്ചത് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ടീച്ചർ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത്. ഏതായിരുന്നാലും നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. എല്ലാവരും റെഡി അല്ലേ? നിങ്ങൾക്ക് ചാറ്റ് ബോക്സ് ആക്റ്റീവ് ആണെന്നാണ് എന്റെ ഒരു ധാരണ. നമ്മൾ 58 പേരുണ്ട്. നിങ്ങൾക്ക് ചാറ്റ് ബോക്സും അതുപോലെ തന്നെ ഇതിനകത്തുള്ള റിയാക്ഷൻസും ഒക്കെ യൂസ് ചെയ്യാം. നിങ്ങൾ എല്ലാവരും റെഡി ആണല്ലോ അല്ലെ? ഒരു തംസ് അപ്പ് ഒക്കെ തന്നെ റെഡി ആണല്ലോ അല്ലെ? ഇത് ഭയങ്കര ക്ലാസ് ആയിട്ട് നിങ്ങൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇരിക്കേണ്ട, റിലാക്സ് ചെയ്ത് നമുക്ക് കേൾക്കാം. പിന്നെ ലാസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്തുകൊണ്ട് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചോദിക്കാം. അപ്പോ ആരും മസിൽ പിടിച്ചിരിക്കേണ്ട, ഈസി ആയിട്ട് ഇരുന്നോളൂ. എന്താ പറയാ, നമ്മള് സംസാരിക്കുന്നത് ക്ലിയർ ഇല്ലല്ലോ. കുഴപ്പമാണോ ഇവിടുത്തെ കുഴപ്പമാണോ എന്നറിയില്ല. ക്ലിയർ ഇല്ല. ഷബന അല്ലേ പറഞ്ഞത്? ഷബ്ന അല്ലേ പറഞ്ഞത്?
ഒന്നുകൂടെ ചെക്ക് ചെയ്യോ? ഒന്നുകൂടെ ചെക്ക് ചെയ്യോ? ഇവിടെ മഴയും നെറ്റിന്റെ ഇഷ്യൂസ് ഒക്കെ ചിലപ്പോ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആയിഷന്റെ ശബ്ദം നല്ല ക്ലിയർ ഉണ്ട് കേട്ടോ. ഓക്കെ സെറ്റ് ആണല്ലോ അല്ലെ? എന്നാല് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഇവിടുത്തെ കുഴപ്പമായിരിക്കും. അതെല്ലേ, ഒന്ന് ചെക്ക് ചെയ്ത് ഇൻഷാല്ല. ഞാൻ വൈഫൈയും നെറ്റിന്റെ ഒരു പ്രശ്നമൊക്കെ നമുക്ക് അറിയില്ലല്ലോ മഴ എങ്ങനെ പെയ്യുമ്പോഴേ. ഏതായിരുന്നാലും നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മളെ തന്നെയാണ് ഒന്ന് എന്താ പറയാ ചെക്ക് ചെയ്യാൻ പോവാണ് നമ്മളെ തന്നെ. നമ്മളെ കുട്ടികളിൽ ഒരുപാട് ചിലപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. നമ്മളെ കുട്ടികള് ചിലപ്പോൾ നമുക്ക് എപ്പോഴും ഭയങ്കര സംതൃപ്തി ഒന്നും തന്നോളണമെന്നില്ല. ഫാമിലിക്ക് അകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും. ഇതൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും നമ്മളിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. നമ്മള് 4 ചക്രം ഇങ്ങനെ കുഴപ്പമില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ പ്രശ്നം പിന്നെ നമ്മൾ മാറ്റുന്നിടത്താണ് യഥാർത്ഥത്തില് സൊല്യൂഷൻ ഉണ്ടാകുന്നത്. പക്ഷെ നമുക്ക് എപ്പോഴും സൊല്യൂഷൻ അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. നമ്മൾക്ക് ഇങ്ങനെ എന്താണ് പ്രശ്നം ഇങ്ങനെ പറയണം കുറെ. ഇതാണ് നമ്മളുടെ മെയിൻ ആയിട്ടുള്ള കാര്യം. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുക. അപ്പൊ ഞാനൊരു ഫുഡ് ഉണ്ടാക്കി, ഞാനൊരു ചിക്കൻ കറി ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ അത് കൊളായി. എപ്പോഴും ഇങ്ങനെ ചിക്കൻ കറി ഉണ്ടാക്കണോ എപ്പോഴും കൊളാവണോ? അപ്പൊ ഞാൻ പറയാ ഈ ചിക്കനൊന്നും കൊള്ളൂല, ഇവിടുത്തെ ചിക്കനൊന്നും പറ്റില്ല, വേറെ സ്ഥലത്ത് ചിക്കൻ വരണം, അപ്പോഴാണ് എന്റെ ചിക്കൻ കറി അടിപൊളിയാവുക. എന്റെ ചിക്കന്റെ പ്രശ്നമാണ്. അല്ലെ, ഞാൻ ഇടുന്ന ഇൻഗ്രീഡിയൻസിന്റെ പ്രശ്നങ്ങളൊന്നുമല്ല, ഞാൻ ഇടുന്ന സംഭവങ്ങളുടെ പ്രശ്നങ്ങളൊന്നുമല്ല, ഞാൻ ഇടുന്ന കാര്യങ്ങളിലുള്ള പ്രശ്നങ്ങളോ എന്റെ കൂട്ടിലെ കുഴപ്പമോ അതൊന്നുമല്ല. പ്രശ്നം എന്തിനാണ്? ഇവിടുത്തെ സവാള ശരിയല്ല, ചിക്കൻ ശരിയല്ല, മസാലയൊന്നും വലിയ ഗുണമില്ല. ഈ രീതിയിലായിരിക്കും നമ്മള് ഒരു കറീനെ പറയുന്നത് എങ്കിൽ, നമ്മളുടെ ഒരു കുക്കിങ്ങിനെ പറയണെങ്കിൽ കേൾക്കുന്ന ആളെന്താ വിചാരിക്കുക? ഇയാളെന്താ ഈ പറയണത്? ഇയാൾക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെ, ആയിഷയ്ക്ക് കുക്ക് ചെയ്യാൻ അറിയില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരെന്ന് ചോദിക്കില്ല എന്റെ അടുത്ത്. അപ്പൊ അതേപോലെ ഇതാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. നമ്മളടുത്ത് ഉള്ള പ്രശ്നങ്ങള് അതിനെ മാറ്റി വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇതാണ് പ്രശ്നം, ഇവരാണ് പ്രശ്നം, ഇവരെ പ്രായമാണ് പ്രശ്നം, ഇവരുടെ സ്വഭാവത്തിന് പ്രതി, ന്യൂ ജനറേഷന്റെ പ്രശ്നമാണ്, ഇങ്ങനെ ഇവിടേക്ക് നമ്മൾ കുറെ പ്രശ്നങ്ങൾ കൊടുക്കുകയാണ്. അപ്പൊ അതൊന്ന് മാറിയിട്ട് എന്താണ് പ്രശ്നം, എവിടെയാണ് പ്രശ്നം, അതാണ് ഇന്ന് നമ്മളൊന്ന് വിലയിരുത്താൻ പോകുന്നത്. ഓക്കെ, റെഡി ആണല്ലോ അല്ലെ? അപ്പൊ ഒരു പെന്നും പേപ്പറൊക്കെ ഉണ്ടോ? ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു. വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോ കേട്ടിരിക്കുമ്പോ ഒരു പെന്നും പേപ്പറൊക്കെ ആയിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇരിക്കാം. ജസ്റ്റ് ഒരു സാധനം ഇങ്ങനെ എഴുതാൻ വേണ്ടിയിട്ടാണ്. ചോദിക്കട്ടെ, കുടുംബത്തില് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? നമ്മളെ ഫാമിലി, അവർ ഫാമിലി എന്താണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? നമ്മളെ ഉമ്മയുപ്പി ഉണ്ടാവാം ഫാമിലിയിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡിന്റെ ഉമ്മയുപ്പി ഉണ്ടാവാം, നമ്മളുടെ ഹസ്ബൻഡ്, മക്കള്, ഇതാണ് നമ്മളെ ഫാമിലി അല്ലെ, നമ്മളെ കുടുംബം. അതിനകത്ത് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു 5 എണ്ണം എഴുതിയാൽ മതി. നിങ്ങൾ ആരും കാണില്ല, നിങ്ങൾ എഴുതുന്നുണ്ടോ ഒന്നും എനിക്ക് അറിയില്ല, അതുകൊണ്ട് എഴുതുന്നുണ്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാനിങ്ങനെ പറയാണ് കേട്ടോ. ആർക്കെങ്കിലും ഓണാക്കിയിട്ട് ഇരിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓണാക്കിയിരിക്കാം. ഈ ഒരു സമയത്ത് മാത്രം വേണമെങ്കിൽ ഒന്ന് ഓണാക്കണമെങ്കിൽ ഓണാക്കാം വീഡിയോ. നിങ്ങൾ വീഡിയോ ഒക്കെ ഓണാക്കിയിരുന്ന് നോക്കി നോക്കും, ഭയങ്കര വൈബായിരിക്കും അത്, ഭയങ്കര രസമായിരിക്കും. നമ്മൾ കുറച്ചും കൂടെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായ പോലെയും, കുറച്ചുകൂടെ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഏൽക്കുന്നത് പോലെയും കിട്ടുന്നത് പോലെയൊക്കെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഒരു റേഡിയോ കേൾക്കുന്ന പോലെ ഇങ്ങനെ കേട്ട് പോലായിരിക്കും. അവിടുന്ന് കുറച്ചും കൂടെ ഒരു ടി വി റേഡിയോയും തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഒരു പരിപാടിക്ക് പോയി ഇരിക്കുകയും നമ്മളൊരു യൂട്യൂബിൽ നിന്ന് ഒരു പരിപാടിയും കേൾക്കുമ്പോൾ തമ്മിലുള്ള വ്യത്യാസം എന്താ? നമ്മൾ ഒരു പരിപാടി കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള എഫക്റ്റ് അല്ലെ, അവരുടെ അവിടുന്ന് നമ്മൾ റെഡിയായി ഇങ്ങനെ പോയി ഇരിക്കുമ്പോ മാഷാല്ലാ, അപ്പം കുറച്ചും കൂടെ നമുക്ക് കുറച്ചുകൂടെ കിട്ടും. നമ്മൾ ആ ക്ലാസ്സിൽ പോയി നമ്മളുടെ ഒരു നമ്മൾ ഫിസിക്കലി അവിടെ ഉണ്ടാകുമ്പോ കുറച്ചും കൂടെ നമ്മൾ ഒരു ആക്റ്റീവ് ആവും, കുറച്ചുകൂടെ പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും. അപ്പൊ ആ രീതിയിൽ ആണെങ്കിൽ നമുക്ക് വീഡിയോ ഒക്കെ ഓണാക്കാം. അപ്പൊ ഈ 5 കാര്യങ്ങൾ എഴുതിയോ? കുടുംബത്തിൽ നിന്ന് നമ്മൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? എന്റെ ഫാമിലിയിൽ നിന്ന് എനിക്ക് എന്ത് വേണമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്? 5 കാര്യം മതി, ഒരൊറ്റ വേർഡായിട്ട് എഴുതിയാൽ മതി. സ്നേഹമാണെങ്കിൽ സ്നേഹം, കെയർ ആണെങ്കിൽ കെയർ, അങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എഴുതി പോയാൽ മതി. കാരണം ഒരുപാട് വിശദീകരിച്ച് എനിക്ക് ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ആക്കാം അങ്ങനെയൊന്നും വേണമെന്നില്ല. ജസ്റ്റ് പറഞ്ഞ് വേർഡ്സ് മാത്രം മതി, ഇങ്ങനെ ഒറ്റ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ചോദിക്കുകയാണേ, കുടുംബം എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നുണ്ടാവുക? നമ്മളെ ഫാമിലി എന്നിൽ നിന്ന് എന്താണ് പ്രതീക്ഷിച്ചിട്ടുണ്ടാവുക? ഞാൻ എന്ന വ്യക്തിയിൽ നിന്ന് എന്റെ കുടുംബം എന്താണ് പ്രതീക്ഷിക്കുന്നത്? 5 എണ്ണം മതി, വേഗം എഴുതിക്കോളൂ കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് വേഗം ചാടണം. എന്നിട്ട് അത് അവിടെ അങ്ങനെ ഒരു ബോക്സിനകത്ത് അവിടെ ഇരിക്കട്ടെ, അതവിടെ നിന്നോട്ടെ.
എഴുതിയോ? 1 2 3 4 5. കഴിഞ്ഞാൽ ഒരു തംസപ്പോ എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ എനിക്ക് അറിയായിരുന്നു. എഴുതി കഴിഞ്ഞോ? ആ കഴിഞ്ഞു. ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞോ? അപ്പൊ ഇതുണ്ടായിരിക്കണം. ഇതാ ഇതിലേക്കാണ് നമ്മൾ എത്തുന്നത്. ഇത് അവിടെ അങ്ങനെ നിന്നോട്ടെ, അയാളൊന്നും നോക്കിക്കണ്ട. അവിടെ അങ്ങനെ കുറെ വരച്ചിട്ടും കുറെ അതൊക്കെ ഇട്ടിട്ടും ഒന്നും വേണ്ട, അവിടെ നിന്നോട്ടെ കേട്ടോ. നമുക്ക് അങ്ങനെയാണല്ലോ, പെണ്ണ് കിട്ടിയ പിന്നെ നമ്മൾ അവിടെ ഓരോന്നോരോന്നും ഇങ്ങനെ എഴുതിയാലും. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ്സ് ആയിട്ട് എഴുതണം തോന്നുകയാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ. ഞാൻ ഒരു 5 6 പോയിന്റ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അതല്ല നിങ്ങൾ കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിംഗേഴ്സ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ നോട്ട് ചെയ്തോ. അപ്പൊ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് തമ്പ് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇതായിരുന്നു എന്ന് ഓർമ്മ വരും. ഓർമ്മ വരേണ്ടതാണ്. ഇൻഷാല്ലാ അങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഫസ്റ്റ് എന്ന് പറയണ വെച്ചാൽ കുറേ നിങ്ങളുടെ കുട്ടികളോട് നിങ്ങൾ ചോദിച്ചു നോക്കുക. ഇപ്പൊ ഈ രണ്ടാമത്തെ ചോദ്യം ഉണ്ടല്ലോ, എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? ആസ് എ മദർ, എന്നിൽ നിന്ന് എന്താണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്ന് മക്കളോട് ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കാന്. അതവിടെ എഴുതി വെച്ചോളൂ വേണമെങ്കിൽ. മക്കളോട് ചോദിക്കാനുള്ള ചോദ്യമാണ് ഇത്. ലാസ്റ്റ് വേണമെങ്കിൽ ചോദിക്കാം, ഈ സെഷന്റെ ലാസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. എന്താ മക്കളെ ഉമ്മാന്റെ അടുത്ത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഇതൊരു സെൻസസിന്റെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഒരുപാട് ഫാമിലിയിൽ മക്കളെ എടുത്തിട്ട് ചെയ്ത ഒരു സെൻസസ് ഉണ്ട്. അതിന്റെ ഒരു ചോദ്യമാണ്. ആ ചോദ്യം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്തതാണ് അങ്ങോട്ട്. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞ എന്താണെന്നറിയോ? ആ കുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്, ഞങ്ങള് വീട്ടിൽ ഭയങ്കര ഫണ്ണാവാൻ ആഗ്രഹിക്കുന്നുണ്ട്, ലവ്, അതുപോലെ സ്നേഹം വേണം, വീട്ടിൽ കുറെ എന്തല്ലേ കളിയും ചിരികളൊക്കെ വേണം, സ്നേഹം വേണം, സപ്പോർട്ട് വേണം, അവരെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യണം, കുറച്ച് കൂടുതൽ സമയം ഞങ്ങളുടെ കൂടെ പാരന്റ്സ് സ്പെൻഡ് ചെയ്യണം. ഇതൊക്കെയാണ് ആ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ എണ്ണി പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ 5 ഇതായിരുന്നു. അപ്പോ എല്ലാ കുട്ടികളോട് ചോദിക്കുമ്പോൾ അവർ പറയണത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചും മറിച്ചൊക്കെയാണ് പറയുന്നത്. കുഞ്ഞു കുട്ടികൾ ഓരോന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. അത് നമുക്ക് മനസ്സിലാവുന്നത് അമ്മയുടെ അല്ലെങ്കിൽ ഉമ്മയുടെ ഉപ്പാന്റെ ഒക്കെ പ്രസൻസ് ഞങ്ങൾക്ക് വേണം എന്നുള്ള രീതിയിലാണ് ആ കുട്ടികൾ പറഞ്ഞു വരുന്നത്. കുഞ്ഞു കുട്ടികളാണ്, വലിയ കുട്ടികളും കുഞ്ഞു കുട്ടികളും ടീനേജ് കുട്ടികളും 23 വയസ്സ് വരെയുള്ള കുട്ടികളുടെ അടുത്തുനിന്ന് അവർ സെൻസസ് എടുക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും പറയുന്നത് ലവ്, കെയർ, സപ്പോർട്ട്, ടൈം, ഫൺ. കുറെ കുട്ടികൾ വീട്ടിനകത്ത് ഫണ്ണ് വേണമെന്ന് പറയുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് ഫണ്ണ് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് ഭയങ്കര രസം തോന്നി എനിക്കത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇത് പറയാൻ കാരണം. നമ്മളെ മക്കളോടൊന്ന് ചോദിച്ചു നോക്കുക, നമ്മളെ വീട്ടിനകത്ത് എന്തൊക്കെയാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫസ്റ്റ് സെഷൻ. ഫസ്റ്റ് ഇത് എന്ന് പറയുന്നത് നമ്മൾ ഒരു ചോദ്യത്തോട് കൂടിയിട്ട് നമ്മൾ കിടക്കുന്നത് നമ്മളുടെ ബന്ധങ്ങളിലേക്ക് നമ്മൾ പോവാണ്. എന്താണ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പ് ഉണ്ട്, നമ്മളുടെ പിന്നെ നമുക്ക് പേരുണ്ടായിരിക്കും, നമ്മളുടെ ഉമ്മ ഉപ്പ ഉണ്ടായിരിക്കും, ഹസ്ബൻഡിന്റെ ഫാമിലി ഉണ്ടായിരിക്കും, നമ്മളെ മക്കൾ ഉണ്ടായിരിക്കും. ഇതാണ് കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവിടെ നമുക്ക് സ്നേഹം കാണാൻ പറ്റും, ബഹുമാനം കാണാൻ പറ്റും, പരസ്പരം ഷെയർ ചെയ്യുന്നത് കാണാൻ പറ്റും. പിന്നെ എന്തൊക്കെയാ ഉള്ളത്? ക്ഷമ ഉണ്ട്, കെയർ ഉണ്ട്, എന്നൊക്കെ പറഞ്ഞതുപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ശ്രദ്ധ, ഒരു സഹകരണം, സഹായം. ഇതൊക്കെയാണ് കുടുംബത്തിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുക അല്ലെ. ഇത് കുടുംബത്തിൽ ഉണ്ടാകുമ്പോ അവിടെ നിന്നാണ് കുട്ടികൾ എന്താണ് ഫാമിലി എന്ന് പഠിക്കുന്നത്, എന്താണ് കുടുംബം എന്നുള്ളതും എന്താണ് ബന്ധം എന്നുള്ളതും കുട്ടികൾ അവിടെ നിന്നാണ് പഠിക്കുന്നത്. ഇത്തരം ബന്ധങ്ങള് നമ്മൾ എവിടെ നിന്നാണ് നമ്മൾ പഠിച്ചത്? എനിക്ക് കെയർ വേണം, എനിക്ക് സപ്പോർട്ട് വേണം, എനിക്ക് ക്ഷമ വേണം, ഈ സംഭവങ്ങളൊക്കെ നമ്മൾ എവിടുന്നാ പഠിച്ചത്? നമ്മളെ ഫാമിലിക്കകത്തു നിന്നായിരിക്കും പഠിച്ചിട്ടുണ്ടായിരിക്കാം അല്ലെ, ഉറപ്പാണ്. അപ്പൊ അതേപോലെ നമ്മളെ ഫാമിലിന്റെ ഉള്ളിൽ ഇത് ഉണ്ടാകുമ്പോഴാണ് ഇതൊക്കെ ഒരു അവിയല. ഇതിന്റെ ഉള്ളിൽ നിന്നാണ് കുട്ടികൾ ഓരോന്ന് എടുക്കുന്നത്. ഇപ്പൊ അവിയൽ ഉണ്ടാക്കുമ്പോൾ അതിനകത്ത് ക്യാരറ്റ്, മുരിങ്ങക്കായ, ഇങ്ങനെ ഓരോന്നോരോന്ന് എടുക്കില്ലേ നമ്മൾ, ചേന, പിന്നെ പച്ചക്കായ, ഇങ്ങനെ ഓരോന്ന് എടുക്കൂലേ. അപ്പൊ ഇതൊരു അവിയലായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അതിന് ഓരോന്ന് ഇങ്ങനെ പെറുക്കി നമുക്ക് എടുക്കാൻ പറ്റണം. അതാണ് ബന്ധം എന്ന് പറഞ്ഞാൽ. പല ബന്ധങ്ങളും കുടുംബത്തിനകത്തുണ്ട്. അതിൽ കസിൻസ് ഉണ്ടായിരിക്കും, മദർ ഇൻ ലോ ഉണ്ടായിരിക്കും, സിബ്ലിങ്സ് ഉണ്ടായിരിക്കും, പിന്നെ കപ്പിൾ ഉണ്ട് അല്ലെ. അതുപോലെ അങ്ങനെ എല്ലാ ബന്ധങ്ങളും ഉണ്ട്. കുട്ടികൾ എല്ലാ ബന്ധങ്ങളും കാണുന്നുണ്ട്. അവര് പഠിക്കുന്നത് എന്താണ് സ്നേഹം, എന്താണ് ബന്ധം, എന്താണ് റിലേഷൻഷിപ്പ്, അത് അറിയുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്നാണ്. അവർക്ക് വേറെ എവിടുന്നും കിട്ടൂല. സ്നേഹം എന്താണ്, സ്നേഹം നിങ്ങൾ അറിയണം, എന്താണ് ബന്ധം നമ്മൾ അറിയണം എന്നൊക്കെ നമ്മൾ പറയുമ്പോ നമ്മള് അത് കൊടുക്കുന്നത് ഇവിടുന്നാണ്. അത് ഇവിടുന്നാണ് കിട്ടേണ്ടത്. അത് നമുക്ക് എവിടുന്ന് കിട്ടിയോ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ആണ് അവിടെ വീണ്ടും വരുന്നത്. എനിക്ക് എന്റെ ഉമ്മാന്റെ അടുത്തു നിന്നാണ് ലവും കെയറും സപ്പോർട്ടൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതേ സംഭവം തന്നെയായിരിക്കും ഞാൻ എന്റെ കുടുംബത്തില് സെർവ് ചെയ്യുക. അതാണ് ആ കുട്ടികൾക്ക് കിട്ടുക.
അപ്പൊ എന്താണോ എന്റെ കുടുംബത്തിൽ നിന്ന് എനിക്ക് കിട്ടിയത്, എനിക്ക് അതേ എന്റെ ഇപ്പത്തെ കുടുംബത്തിൽ അത് സെർവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോ നമ്മളുടെ മക്കൾക്ക് ഇപ്പോഴെന്താണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആസ് എ ഫാമിലി, നമുക്ക് എന്താണോ അവിടെ അവർക്ക് കൊടുക്കാൻ പറ്റുന്നത്, എന്താണോ അവർക്ക് അവിടെ സെർവ് ചെയ്യാൻ നമുക്ക് പറ്റുന്നത്, അതേ അവരൊരു കുടുംബമായി കഴിയുമ്പോൾ അതിന്റെ ഉള്ളിൽ അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഒരു ഉമ്മ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഉമ്മ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അതേ സംഭവം തന്നെയാണ് അവൻ വലുതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവള് വലുതായി കഴിഞ്ഞാൽ അവളുടെ ഫാമിലിക്കകത്ത് അവള് സെർവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതാണ് ഏറ്റവും വലിയ പോയിന്റ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പറയുന്ന വാക്കുകളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മളിങ്ങനെ നോട്ട് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ ചെയ്യണത് കാരണം നാളെ എനിക്ക് എത്ര കുട്ടികളുണ്ടോ, 2, 3, 4, 5 എത്ര കുട്ടികളുണ്ടോ അവരുടെ ഫാമിലിക്കൊക്കെ ഞാൻ ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന ആളാണ് എന്നൊരു ചിന്ത നമ്മളിൽ ഉണ്ടാകുമ്പോൾ അവർ നമ്മൾ അറിയാതെ നമ്മളുടെ ഉമ്മാനെ കോപ്പി പേസ്റ്റ് ചെയ്യും. എന്തൊക്കെ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചിന്തിച്ചാൽ മതി, നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ കുട്ടികൾ വഴക്കിടുമ്പോ അല്ലെങ്കിൽ കുട്ടികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികളും നമ്മുടെ ആക്ഷൻസ് വരെ നമ്മളുടെ ഉമ്മാന്റെയും ഉപ്പാന്റെയും ഒക്കെ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ്. ചിലപ്പോൾ ആക്ഷൻസ് വരെ ഉണ്ടായിരിക്കും. അപ്പോ ഇതേപോലെ തന്നെ നമ്മളുടെ മക്കളുടെ ഒക്കെ ഒരു ഫാമിലി ആയി കഴിയുമ്പോൾ അതിനകത്തും അത് സ്നേഹമാണെങ്കിലും അത് അതേപോലെ തന്നെ അവരെടുക്കും. അതല്ല ലൊച്ചയും വിളിയും ബഹളമാണെന്നുണ്ടെങ്കിൽ അത് അതേപോലെ അവരെടുക്കും എന്നുള്ളതാണ്. ബന്ധങ്ങളെ കുറിച്ച് പിന്നെ അറിയുന്നത് കുറെ പുസ്തകങ്ങളിലൊന്നല്ല. പുസ്തകങ്ങൾ നമുക്ക് അറിയാൻ പറ്റും, വായിക്കാൻ പറ്റും, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ ബന്ധങ്ങൾ അറിയാൻ പറ്റുന്നത് പുസ്തകമല്ല. തുറന്നു കിടക്കുന്ന പുസ്തകം പോലെ ഇരിക്കുന്നത് നമ്മളെ ഫാമിലിയാണ്. അപ്പൊ അതിൻ്റെ ഉള്ളിൽ നിന്നാണ് കുട്ടികൾക്ക് ഈ വിഷയം കിട്ടുന്നത്. അനുഭവമാണ്, അത് കുടുംബത്തിൽ നിന്നാണ് കിട്ടേണ്ടത്. അത് ആ ഒരു ബോധ്യം നമ്മളിൽ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരു വേറെ രീതിയിൽ ആക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ആ ആർട്ട് ഓഫ് ലവിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ആ ആർട്ട് ഓഫ് ലവിനെ കുറിച്ചാണ് പറയുന്നത്. ആ ആർട്ട് ഓഫ് പാരന്റിങ് ആർട്ട് എങ്ങനെയാണ് വരുന്നത്? ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ലവ് ആണ്. ആ ലവ് എങ്ങനെ വരും എന്നുള്ളതാണ് നമുക്ക് പറയാൻ പോകുന്നത്. ഓക്കെ, പാരന്റിങ്ങില് നമ്മൾ മോംസോറയില് 3 രീതിയിലാണ് പറയാറ്. ഒന്ന് ആർട്ട് ഓഫ് പാരന്റിങ് ആണ്, ഒന്ന് സയൻസ് ഓഫ് പാരന്റിങ് ആണ്, ഒന്ന് സ്പിരിച്വൽ പാരന്റിങ് അല്ലെങ്കിൽ നാച്ചുറൽ പാരന്റിങ് എന്ന് പറയല്. അപ്പൊ അതിലെ ആർട്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിക്കാൻ പോകുന്നത്. ചെറിയൊരു ഭാഗമാണ്, ഒരു 5-6 പോയിന്റ്സ് ആണ് നമ്മൾ പറഞ്ഞു പോകുന്നത് കേട്ടോ. കോഴ്സിലാവുമ്പോൾ ഇതിങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് പോവുക. ഇത് ആർട്ടാണോ, ഇത് സയൻസ് ആണോ, ഇത് സ്പിരിച്വൽ ആണോ എന്ന് നമുക്ക് ഇങ്ങനെ എടുത്ത് പറയാനൊന്നും പറ്റൂല. ഒക്കെ ഇങ്ങനെ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാവും, അങ്ങനെയാണ് കിട്ടുക. കാരണം നമ്മളുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ലെഫ്റ്റും റൈറ്റും വെവ്വേറെ രീതിയിലാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഈ ലെഫ്റ്റും റൈറ്റും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ആർട്ടും സയൻസും സ്പിരിച്വാലിറ്റിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് പാരന്റിങ്ങിൽ ആഡ് ചെയ്യാറുള്ളത്. ഇവിടെ നമ്മൾ ആർട്ട് ഓഫ് പാരന്റിങ് മാത്രം ഒന്ന് സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പം റിലേഷൻഷിപ്പ് ആണ് നമ്മൾ ഫസ്റ്റ് പറഞ്ഞത്. നിങ്ങൾക്ക് നോട്ട് ചെയ്യണമെങ്കിൽ ഫസ്റ്റ് പോയിന്റ് റിലേഷൻഷിപ്പ് ആണ്. ഓക്കെ, ഇത് തമ്പു കാണുമ്പോൾ റിലേഷൻഷിപ്പ് ഓർമ്മ വരിക. ഇനി രണ്ടാമത്തത്, കുട്ടികൾ എല്ലാം ഒബ്സർവ് ചെയ്യും. കുട്ടികൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. നമുക്കറിയാം കുട്ടികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ചെറിയ കുട്ടികളൊക്കെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് നമുക്കറിയാം കുറച്ച് കഴിയുമ്പോൾ അവരതിങ്ങനെ അതേ പറയും. അപ്പോൾ ഉമ്മ അങ്ങനെ പറഞ്ഞിരുന്നില്ലേ, ഉമ്മ ഇങ്ങനെ ചെയ്തിരുന്നില്ലേ, കുട്ടികൾ ഇങ്ങോട്ട് ചോദിക്കുന്ന കുറെ അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. നന്നായിട്ട് അവർ ഒബ്സർവ് ചെയ്യും. അതുകൊണ്ട് തന്നെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹബന്ധം അവർക്ക് എല്ലാവർക്കും ഒരു ഐഡിയ ഉണ്ടായിരിക്കും. നമ്മള് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള, ഉമ്മയും ഉപ്പയും എന്ന് പറഞ്ഞാൽ അവരുടെ ഉമ്മയും ഉപ്പയും, നമ്മൾ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിനെ കുറിച്ച് ഏകദേശം എല്ലാ ഐഡിയയും കുട്ടികൾക്ക് ഉണ്ടാവും. ആ ഐഡിയ നമ്മൾ വെറുതെ കൊടുക്കുന്നതല്ല, നമ്മളെ ലൈഫിൽ നിന്ന് നമ്മൾ ആർട്ടിഫിഷ്യലി ഉണ്ടാക്കുന്ന ഒന്നല്ല, അത് ഉണ്ടാകും എന്നുള്ളതാണ്. അവർക്ക് ഏകദേശം ഒരു ഐഡിയ അതിനെ കുറിച്ച് ഉണ്ടായിരിക്കും. എന്റെ ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹത്തിന്റെ ആഴം, അല്ലെങ്കിൽ ഒരു 100ൽ ഒരോട് മാർക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 10ൽ മാർക്ക് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈസി ആയിട്ട് മാർക്ക് ഇട്ടോളും. ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കണം കേട്ടോ. ഉമ്മയും ഉപ്പയും തമ്മിലുള്ള, അല്ലെങ്കിൽ ഉമ്മയും ഉപ്പയും ഭാര്യയും ഭർത്താവും എന്നുള്ള രീതി തന്നെ എത്ര മാർക്ക് ഉണ്ട് ഉമ്മാക്ക്, എത്ര മാർക്ക് ഉണ്ട് ഉപ്പാക്കും, ജസ്റ്റ് ഒന്ന് ചോദിച്ചു നോക്കുന്നുണ്ട്. അവർ ഈസി ആയിട്ട് ഇടും. കാരണം അവർ നമ്മളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വീടിനകത്ത് ഇങ്ങനെ ഒരു വലിയ എന്താ പറയാ ചാരന്മാർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ആ ചാരന്മാരെ ഈ കുട്ടികളാണത്, നമ്മളുടെ മക്കളാണ്. അപ്പൊ പരസ്പരം നമ്മളുടെ സംസാരങ്ങള്, നമ്മളുടെ നമ്മളുടെ എന്താ പറയാ സ്നേഹം, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന സപ്പോർട്ട്, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന ബഹുമാനം, ഇതൊക്കെ കുട്ടികൾ നന്നായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സ്നേഹപ്രകടനങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ ഉണ്ടാകണം. അതില്ലാതെ പോകുമ്പോ കുട്ടികൾക്ക് എന്താണ് എന്റെ ഉമ്മ ഇങ്ങനെ, അല്ലെങ്കിൽ എന്റെ ഉമ്മ ഇപ്പൊ എന്താ ഇങ്ങനെ സ്നേഹിക്കണ് എന്ന് അവർ വിചാരിക്കില്ല. ഉമ്മയും ഉപ്പയും
സ്നേഹിക്കുന്നത് കാണുമ്പോൾ അവർക്ക് സന്തോഷമാണ് ഉണ്ടാവുക. അപ്പൊ നേരത്തെ പറഞ്ഞല്ലോ, എന്റെ വീട്ടിലെ പ്രശ്നം എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി വന്ന് പറയുമ്പോൾ ആ കുട്ടി ആഗ്രഹിക്കുന്നത് ഉമ്മയും ഉപ്പയും നല്ല രീതിയിൽ നിൽക്കാനും ഉമ്മയും മറ്റു അംഗങ്ങളും നല്ല രീതിയിൽ നിൽക്കാനാണ് ആ കുട്ടി ആഗ്രഹിക്കുന്നത്, അല്ലെ? അപ്പൊ സ്നേഹം എന്ന് പറയുന്നത് ഉമ്മയും ഉപ്പയും തമ്മിലുള്ള സ്നേഹം ഉള്ള അവസരങ്ങൾ നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. ഇപ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താ പറയാ, ഇപ്പോ നമ്മളുടെ ലിവിങ് റൂമുകളിലൊക്കെ ഉമ്മയും ഉപ്പയും ഇരുന്ന് സംസാരിക്കുന്ന, ഭാര്യയും ഭർത്താവും ഇരുന്ന് സംസാരിക്കുന്ന ഒരു കപ്പിളിനെ കുട്ടി കാണാണ്. അവന്റെ ലൈഫിലേക്ക് അതിനെ അവൻ കോപ്പി ചെയ്യുകയാണ്. ഇങ്ങനെയാണ് ഒരു കപ്പിൾ ആകേണ്ടത്, ഇങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവും ആകേണ്ടത്, ഇങ്ങനെയാണ് ഒരു ഫാമിലിയിൽ സംസാരിക്കേണ്ടത്, ഇങ്ങനെയാണ് ഒരു ഫാമിലിയിൽ ഒരു ഹസ്ബൻഡ് വൈഫിനെ കെയർ ചെയ്യേണ്ടത്, വൈഫ് ഹസ്ബൻഡിനോ ഇങ്ങനെയാണ് സംസാരിക്കേണ്ടത് എന്ന കാര്യം ഒരു കുട്ടി മനസ്സിലാക്കി എടുക്കുകയാണ്. അതിനുള്ള സാഹചര്യങ്ങൾ നമുക്ക് ഒരുക്കാൻ പറ്റണം. ഒരു ചായക്കപ്പോ ഒരു കാപ്പിയോ ഒക്കെ ആയിട്ട് നമ്മളുടെ വീടിന്റെ ഉമ്മറത്തിരുന്നു കൊണ്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഉമ്മാനും ഉപ്പാനും നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ഉമ്മയും ഉപ്പയും എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടുന്ന പിക്ചർ എന്താണ്? ഉപ്പ അങ്ങനെ ഇരിക്കുകയും ഉമ്മ അതിന്റെ മുന്നിൽ ഇങ്ങനെ നിന്നുകൊണ്ട് ബഹുമാനത്തോടു കൂടി ഇങ്ങനെ സംസാരിക്കുന്നതാണോ? എന്താണ് നമ്മളുടെ ഉമ്മ ഉപ്പ എന്ന് പറയുമ്പോൾ നമ്മളുടെ മനസ്സിൽ കിട്ടുന്ന പിക്ചർ? എങ്കിൽ നമ്മളുടെ മക്കളുടെ ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന പിക്ചറുകൾ നല്ല പിക്ചറുകളായിരിക്കണം. ഉമ്മയും ഉപ്പയും പിന്നെ എന്താ പറയാ, പലായിൽ ഇരുന്നിട്ട് ഹാളിൽ ഇരുന്നിട്ട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഉമ്മാന്റെ മടിയിൽ ഉപ്പ കിടക്കുന്നു, ഉപ്പാന്റെ മടിയിൽ ഉമ്മയും കുട്ടികളും എല്ലാവരും കിടക്കുന്നു. അങ്ങനെ ഉള്ള ഒരു ഒരു എന്താ പറയാ, ഫാമിലിയുടെ ഒരു എൻവയോൺമെന്റ് മാറ്റാൻ നമുക്ക് സാധിക്കണം. അവിടെ നിന്നാണ് കുട്ടി എന്താണ് ലവും, എന്താണ് കെയർ, എന്താണ് സ്നേഹം, എന്താണ് ബോണ്ടിങ്, ഇതൊക്കെ കുട്ടി അവിടെ നിന്നാണ് പഠിക്കുന്നത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ നമുക്ക് ഈ പലപ്പോഴും ഒരു ജാള്യതയോ, കുട്ടികൾ വലുതായി കഴിയുമ്പോൾ ടീനേജിലെത്തിയ കുട്ടികളുടെ മുന്നിൽ നിന്ന് ഭാര്യയ്ക്കും ഭർത്താവിനും നമുക്ക് എന്താ പറയാ, സ്നേഹത്തോടു കൂടിയുള്ള സംസാരങ്ങളോ പെരുമാറ്റങ്ങളോ പാടില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് നമ്മൾ പലപ്പോഴും വിചാരിച്ചിട്ടുള്ളത്. അതൊന്നുമല്ല. നല്ല രീതിയിലുള്ള പ്രകടനങ്ങൾ, സ്നേഹപ്രകടനങ്ങള്, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പലപ്പോഴും ഞാൻ പറയാറുള്ളതാണ് എന്റെ ക്ലാസ്സിലൊക്കെ, ഒരു ഉമ്മാനെ കെയർ ചെയ്യുന്ന ഒരു ഉപ്പ ഉണ്ടായി കഴിയുമ്പോൾ ഒരിക്കലും നമുക്ക് ആ ആൺകുട്ടികളെ പോയിട്ട് നീ ഇങ്ങനെ ആവണട്ടോ, അങ്ങനെ ആവണട്ടോ, നീ ഇങ്ങനത്തെ ഹസ്ബൻഡ് ആവണട്ടോ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഉമ്മാനെ കാത്തു നിന്നുകൊണ്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കാത്തു നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് കഴിക്കുക, ഉമ്മ ഭക്ഷണം ഇങ്ങനെ ഉണ്ടാക്കുക, അവരിങ്ങനെ സുഖമായിട്ട് കഴിക്കുക. അതിൽ നിന്ന് മാറിയിട്ട് നീയും വന്നിവിടെ ഇരിക്കുക, നമുക്ക് ഒരുമിച്ച് കഴിക്കാം. ആദ്യത്തെ കോരി ചോറ് അത് ഉമ്മാക്കുള്ളതാണ്. ഉപ്പ അധ്വാനിച്ചു കൊണ്ട് വരുമ്പോഴും ഉമ്മാക്ക് ഉപ്പ വിളമ്പി കൊടുക്കുമ്പോ ഉമ്മയാണ് ഇതെല്ലാം ചെയ്ത് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഉമ്മാക്കാണ് ഫസ്റ്റ് കോരി ചോറ് എന്ന് ഒരു ഉപ്പ പറഞ്ഞ് വിളമ്പുകയാണെന്നുണ്ടെങ്കിൽ ആ തീന്മേശനം ചുറ്റും ഭക്ഷണം കഴിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരു ബേജാറും ഇല്ല. ആ കുട്ടികൾക്ക് സ്നേഹം എന്താണെന്ന് കിട്ടിക്കഴിഞ്ഞു, കെയർ എന്താണ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ അവർ തമ്മിൽ സ്വാഭാവികമായിട്ടും ബോണ്ടിങ് ഉണ്ടായിരിക്കും. ബോണ്ടിങ്ങിന് ഭയങ്കര ബന്ധങ്ങൾ, ഫാമിലിയിൽ ബോണ്ടിങ്ങിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മള് സമയം ഉണ്ടാക്കും. ആ സമയം ഉണ്ടാക്കി എടുത്തുകൊണ്ട് ഇതേപോലെ തന്നെ ഡൈനിങ് ടേബിളിന്റെ മുന്നിലായിരിക്കാം ആ ഒരു സമയം ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്ന സമയത്ത്, എപ്പോഴും നമ്മൾ കുട്ടികളെ ഉറങ്ങാൻ പോകുന്ന സമയത്ത് ഒന്ന് അവരെ ഒന്ന് ഹഗ് ചെയ്യാനോ, ഒന്ന് അവരോടൊന്ന് ഉറങ്ങാൻ പോകുന്ന സമയത്ത് കുട്ടികൾ നമ്മളെ അടുത്തുനിന്ന് മാറി കിടക്കുകയാണ്, അല്ലെ? അപ്പൊ എത്ര വലുതായി കഴിഞ്ഞാലും അവർ നമ്മുടെ അടുത്ത് മാറി കിടക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രയാസം അവർക്ക് ഉണ്ടായിരിക്കും. ആ ഒരു 14-15 വയസ്സായി കഴിഞ്ഞാലും ഒക്കെ കുട്ടികൾക്ക് ആ ഒരു ഇതുണ്ടായിരിക്കും. അപ്പൊ കടക്കാൻ നേരത്ത് ഒന്ന് അവരെ ഹഗ് ചെയ്യുക, ഒന്ന് അവർക്ക് സലാം കൊടുക്കുക, അവരെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുക. അങ്ങനെ ആയി കഴിയുമ്പോൾ ആ ഒരു കെയറോട് കൂടിയിട്ട്, ആ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് അവർക്ക് പോയിട്ട് കിടക്കാൻ പറ്റും. സ്ലീപ്പിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ എന്ത് തന്നെ രാവിലെയൊക്കെ കച്ചറകൾ ഉണ്ടാക്കിയാലും, എന്തെന്നെ അടി ഉണ്ടാക്കി കഴിഞ്ഞാലും കടക്കാൻ നേരത്ത് അവരോടൊന്ന് ഇങ്ങനെ എല്ലാം പറഞ്ഞുകൊണ്ട് ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് അവരെ കിടത്തുമ്പോൾ സ്ലീപ്പിങ്ങിന് റസൂലുള്ള എപ്പോഴും കണ്ടിട്ടില്ലേ നിങ്ങൾ, ഒരു സ്ലീപ്പിംഗ് റൊട്ടീൻ ഉണ്ട് നമുക്ക്, അല്ലെ? രാത്രി കിടക്കാൻ നേരത്ത് എന്താ, ഇശ നമസ്കരിച്ചു നമ്മൾ ഉറപ്പുവരുത്തണം, ഭക്ഷണം കഴിച്ചു എന്ന് ഉറപ്പുവരുത്തുക, ഇശ നിസ്കരിച്ചു നമ്മൾ ഉറപ്പുവരുത്തുക, കുട്ടികൾക്ക് ലാസ്റ്റ് ഒതു എടുക്കുക, നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒതു എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ദുആകളുണ്ട്, എങ്ങനെ തിരിഞ്ഞു കിടക്കണം, രാത്രി എന്ത് പ്രാർത്ഥിക്കണം, ഇതൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അല്ലെ? ഇങ്ങനെ അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഉറക്കത്തിലേക്ക് കടക്കുന്നത്. അപ്പൊ അങ്ങനത്തെ ഒരു സ്ലീപ്പിംഗ് റൊട്ടീൻ തന്നെ നമുക്ക് ഉണ്ട്. ആ സ്ലീപ്പിംഗ് റൊട്ടീൻ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, അതോടൊപ്പം തന്നെ അതിന്റെ ഭാഗമാവുക നമ്മൾ. അതിന്റെ കൂടെ ഇതും കൂടെ ഒന്ന് ആഡ് ചെയ്യുക, ഒന്ന് കുട്ടികൾക്ക് ഒരു ഉമ്മയൊക്കെ കൊടുത്ത് ഒരു രസകരമായിട്ടുള്ള ഒരു ഉറക്കം. അതുപോലെ തന്നെ അതിന് ബെഡ് ടൈമിന് കുട്ടികൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ബെഡ് ടൈം നിങ്ങൾ കണ്ടില്ലേ, കുട്ടികള് ഇപ്പൊ ഈ കെ ജിയിലല്ല, കുറച്ചൊക്കെ വലുതായാലും വേണ്ടിയില്ല, നമ്മളിങ്ങനെ ക്ലാസ്സിലൊക്കെ നമ്മൾ ചോദിക്കും, സ്കൂൾ വിട്ട് വന്നിട്ട് എന്തൊക്കെടാ വിശേഷങ്ങള്, എന്തൊക്കെ മോനെ സംഭവങ്ങള്, കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോഴൊന്നും പറയില്ല, ആ ഭയങ്കര കളിയിലും ഇതിലൊക്കെ ആയിരിക്കും, വീട്ടിലെത്തിയതിന്റെ ഹരത്തിലൊക്കെ ആയിരിക്കും.
അവസാനം ഉറങ്ങാൻ നേരത്ത് പറയും ഉമ്മ അവനുണ്ടല്ലോ എന്നിട്ട് അവിടെ ആക്റ്റീവ് ആവാൻ തുടങ്ങും അല്ലെ. കിടക്കാൻ നേരത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? കിടക്കാൻ നേരത്ത് കുട്ടികൾക്ക് കുറേ വിശേഷങ്ങൾ പറയും. അപ്പൊ ഞാൻ ഇത്രയും നേരം ഉണ്ടായിട്ട് ഇപ്പോഴാണോ ഈ വിശേഷങ്ങൾ പറയണത്, ഞാൻ അപ്പൊ ചോദിച്ചിട്ടുണ്ടായിരുന്നില്ലേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലെ. കുട്ടിക്ക് ആ ബെഡ് ടൈം എന്ന് പറയുന്നത് ഉമ്മാനെ കിട്ടുന്ന സമയമാണ്. ആ കിട്ടുന്ന സമയത്ത് കുട്ടി പറയാണ് ഉമ്മാനോട്, അവന്റെ അനുഭവങ്ങൾ പറയാണ്, അവന്റെ കാര്യങ്ങൾ പറയാണ്. അപ്പോ നമുക്ക് അവർക്ക് സ്പേസ് കൊടുക്കാൻ പറ്റണം. ആ ഒരു ബെഡ് ടൈം എന്ന് പറയുന്നത് അവർക്ക് അത്രയും രസമുള്ളൊരു സംഭവമാണ്. ഉമ്മാനെ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന, ഉമ്മ ചേർത്ത് പിടിക്കുന്ന ഒരു സമയമാണ്. അപ്പൊ അതൊരു ഭയങ്കര സന്തോഷമുള്ള ഒരു സമയമാണെന്ന് അർത്ഥം. അപ്പോ ഒന്ന് ഈ ഭക്ഷണം കഴിക്കുക സമയത്ത് ഞാനങ്ങനെ വെറുതെ അങ്ങനെ എക്സാമ്പിൾ പറയും, നിങ്ങളുടെ ലൈഫിലൊക്കെ എപ്പോഴും ഇതായിക്കൊള്ളുന്നില്ല, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് സ്ലീപ്പിംഗ് ടൈമിൽ അല്ലെങ്കിൽ ബെഡ് ടൈമിൽ, അതുപോലെ തന്നെ ഹോളിഡേയ്സിൽ ശനി ഞായറുകളും ഞായറാഴ്ചയാണ് നിങ്ങളെ കുട്ടികൾക്ക് എല്ലാവർക്കും ഒഴുകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോ ലീവായിട്ട് വരുന്ന എന്തായാലും വെക്കേഷൻ ഹോളിഡേയ്സ് അങ്ങനെയൊക്കെ സമയത്ത് കുട്ടികൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ആയിട്ട് മെമ്മറീസ് നമുക്ക് കൊടുക്കാൻ പറ്റുക എന്നുള്ളത്. ഞായറാഴ്ചകൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവുക എന്നുള്ളത്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഭയങ്കര രസമായിട്ട് കുട്ടികൾക്ക് അത് പിന്നെ ഇങ്ങനെ ഓർത്തെടുക്കാൻ പറ്റും. ഹോളിഡേയ്സ് നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ കുട്ടികളോട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിക്കുക. ഇന്നിപ്പോ ഞായറാഴ്ചയല്ലേ, ഇന്നിപ്പോ നമുക്ക് മീൻ വെക്കണോ, ചിക്കൻ വെക്കണോ, ഇന്ന് ബിരിയാണി വെക്കണോ, സാധാ ചോറ് വെക്കണോ, ഇങ്ങനത്തെ ഒരു കുട്ടികളോട് കൂടെ എന്ത് ചെയ്യുക, ചെറിയൊരു ഓപ്ഷൻസ്, ഇതിലെന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അവരുടേതായ രീതിയിലുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ നമ്മൾ പെരുന്നാക്കൊക്കെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കുമ്പോൾ സ്പെഷ്യൽ ഡേ ആണ് അല്ലെ, അത് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വെറുതെ കുട്ടികളോട് ചോദിക്കുക ചിക്കൻ പൊരിക്കണോ അതോ ചിക്കൻ ഇത് വെക്കണോ, അങ്ങനെയൊക്കെ വെറുതെ നമ്മുടെ അടുത്തുള്ള നമ്മളുടെ സംഭവം തന്നെ നമ്മൾ ചെയ്യുന്ന പായസം ഇത് വേണോ അത് വേണോ, കുട്ടികൾക്ക് അത് ഭയങ്കര ഒരു എന്താ പറയാ, അവരെ ഭയങ്കരമായിട്ട് പരിഗണിച്ചതായിട്ട് അവർക്ക് തോന്നും. ഞാൻ ഈ വീട്ടിലൊരാളാണ് എന്നും എന്റെ വാക്കുകൾക്ക് ഇവിടെ ഭയങ്കര വില ഉണ്ട് എന്നുള്ള രീതിയിൽ കുട്ടികൾ ചിന്തിക്കും. ആ ആ ഒരു മാനസികാവസ്ഥയിലേക്ക് നമുക്ക് കുട്ടികളെ എത്തിക്കാൻ പറ്റുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയൊരു കാര്യമാണ്. അപ്പോ 4 കാര്യങ്ങളല്ലേ, 3 കാര്യങ്ങളാണോ പറഞ്ഞത്? ഈ 4ാമത്തെ കാര്യം കേട്ടോ. ഫസ്റ്റ് എന്തായിരുന്നു? റിലേഷൻഷിപ്പ് ആയിരുന്നില്ലേ? 2 എന്താ പറഞ്ഞത്? റിലേഷൻഷിപ്പ് കുട്ടികളായിട്ട് നന്നായിട്ട് ഒബ്സർവ് ചെയ്യും എന്നുള്ളത് അല്ലെ, കുട്ടികൾ നന്നായിട്ട് ഒബ്സർവ് ചെയ്യും എന്നുള്ളത്. പിന്നെ കുട്ടികളായിട്ട് നല്ലൊരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 4ാമത്തത് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ഹലോ, ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഓഫ് ആക്കണേ. 4 എന്ന് പറയുന്നത് അഫെക്ഷനേറ്റ് ടച്ച് ആണ്. നിങ്ങൾക്ക് ആരെങ്കിലും മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ ഓഫ് ആക്കണേ. 4ാമത്തെ പറഞ്ഞാൽ അഫെക്ഷനേറ്റ് ടച്ച് എന്നാണ്. അതിന് നമുക്ക് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല്, ആരോ മൈക്ക് ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, സെറ്റ് അല്ലേ? അപ്പോ നല്ല, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ പറഞ്ഞതിലൊക്കെ തന്നെ ടച്ച് വരുന്നതായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലെ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിന്നെ വലിയൊരു കുട്ടി, ടീനേജ് പ്രായത്തിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു 3 തവണയെങ്കിലും നിങ്ങൾ ടച്ച് ചെയ്തു എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഹഗ് ചെയ്യാം, കിസ് ചെയ്യാം, അവന് സലാം കൊടുക്കുന്ന രീതിയിലാവാം, അവന് ഷോൾഡറിൽ തട്ടുന്നതായിരിക്കാം, അങ്ങനെ കൂട്ടിപ്പിടിക്കുന്നതായിരിക്കാം. ഇതിലൊക്കെയാണെന്നുണ്ടെങ്കിലും ഒരു 3 തവണയെങ്കിലും നമ്മൾ ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. കിടക്കുന്നതിന് മുമ്പായിട്ട്. എന്റെ മക്കളെ വലിയ കുട്ടികളാട്ടോ, വലിയ ആൺകുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ടീനേജ് കുട്ടികൾ, ഞാൻ ഇപ്പൊ പറയുന്ന ഏത് കാര്യവും എല്ലാ കുട്ടികൾക്കും ഒരുപോലെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ടീനേജ് കുട്ടികളെ മാത്രം മാറ്റി നിർത്തുക അല്ലെങ്കിൽ ചെറിയ കുട്ടികൾക്ക് വേണ്ടി മാത്രമാണ്, ഇതൊന്നുമല്ല. എല്ലാവർക്കും ആർട്ട് ഓഫ് പാരന്റിങ്ങിന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയും നിൽക്കുന്നില്ല. അത് എല്ലാ കാലത്തും നമ്മളുടെ മക്കൾക്ക് കുട്ടികളുണ്ടായാലും അവർ പേരക്കുട്ടികൾ ഉണ്ടായാലും ഒക്കെ തന്നെയും ആർട്ട് ഓഫ് പാരന്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നിൽക്കൂല എന്നുള്ളതാണ്. അത് തിരിച്ച് ഇങ്ങോട്ടും കിട്ടും, അത് അങ്ങോട്ടും കിട്ടും. അതൊരു ഭയങ്കര ഒരു കൊടുക്കൽ വാങ്ങല. ഇൻഷാല്ലാ നമുക്ക് ലാസ്റ്റിൽ പറയാം. അപ്പോ ഈ ഒരു അഫെക്ഷനേറ്റ് ആയിട്ടുള്ള ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുട്ടികൾക്ക് അത് ഉണ്ടാകേണ്ടതാണ്. വലിയ കുട്ടികൾക്ക് അതൊരു 3 തവണയെങ്കിലും നമ്മൾ കൊടുത്തു വരുത്തുക. പിന്നെ ടീനേജിന്റെ തൊട്ട് താഴെയുള്ള കുട്ടികളുണ്ടല്ലോ, ഇപ്പോ 8 വയസ്സിന് മുകളിലായിട്ട് ഒരു 11 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾ, അവർക്ക് എന്തായിരുന്നാലും ഒരു 8 തവണയെങ്കിലും അവരെ നമ്മൾ തൊട്ടു എന്ന് ഉറപ്പുവരുത്തണം. അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മള് ചിലപ്പോൾ ചോറോ എന്തെങ്കിലുമൊക്കെ വായിലൊക്കെ ഇട്ട് കൊടുക്കും, എന്തെങ്കിലുമൊക്കെ നമ്മള് ആ രീതിയിൽ ഒരു 8 തവണയെങ്കിലും 5 തവണയെങ്കിലും മാക്സിമം 5 തവണയെങ്കിലും തൊടാൻ ശ്രമിക്കുക കേട്ടോ. 5 to 8 വരെയാണ് അതിന്റെ ഒരു സമയം. അപ്പൊ 8 തവണ നമ്മൾ തൊട്ടോ എന്നുള്ളത് കുട്ടികളെ എങ്ങനെയെങ്കിലും ഒക്കെ ആയിട്ട് നമ്മൾ അത് ടച്ച് ചെയ്യാനും തൊടാനും വെറുതെ ഒന്ന് ഇങ്ങനെ ആക്കാനും ഒക്കെ നമ്മൾ ട്രൈ ചെയ്യുക എന്നുള്ളത്. വളരെ ചെറിയ കുട്ടികളാണെന്നുണ്ടെങ്കിൽ
വളരെ 7 വയസ്സിന് താഴെയൊക്കെ ആയിട്ടുള്ള കുട്ടികൾ, ആ 6 പിന്നെ വളരെ ചെറിയ കുട്ടികൾ വരേക്കും നമ്മളൊരു 12 തവണയെങ്കിലും തൊട്ടു എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമ്മൾ തൊടും എന്നുള്ളതാണ്. ചെറിയ കുട്ടികളെ നമ്മൾ കുറച്ചുകൂടെ ടച്ച് ചെയ്യും. വലുതാവുന്നതോറും നമ്മൾ അതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊണ്ടുവരും. വളരെ ചെറിയ കുഞ്ഞു കുട്ടികളെ നമ്മൾ എപ്പോഴും തൊട്ടിട്ടല്ല ഉണ്ടാവുക, അല്ലെ? വളരെ ചെറിയ കുട്ടികൾ പിന്നെ ഇങ്ങനെ വലുതായി വരുമ്പോൾ നമ്മൾ ആ ടച്ച് വിടും. പക്ഷെ ആ ടച്ച് നമ്മൾ വിട്ടു പോവുകയേ ചെയ്യരുത്. ഞാൻ മനസ്സിലാക്കിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് ടീനേജ് കുട്ടികൾക്ക് നമ്മളുടെ ഉമ്മമാര് അവര് പിന്നെ നമ്മളുടെ നെഞ്ചത്തും നമ്മളുടെ വയറിലും ഒക്കെ അവരെ കയ്യും ഒക്കെ തട്ടുന്നതിനൊന്നും ഒരു പ്രശ്നവുമില്ല. നമ്മൾ അവരെ ഹഗ് ചെയ്യുകയും നമ്മൾ ഒരു ടച്ച് ഉണ്ടായിരിക്കണം. ആ ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടാകുമ്പോൾ കുട്ടികൾക്ക് ശരിക്കും സൈക്കോളജിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വേറെ ഒരു പെണ്ണിനെ കാണുമ്പോൾ അത് അങ്ങോട്ടേക്ക് നോക്കേണ്ട ഒരു ഭാഗമാണ്, ഇത് ഇങ്ങനെ നോക്കേണ്ട ഭാഗമാണ് എന്നുള്ള രീതിയിലുള്ള ഒരു വല്ലാത്തൊരു ഇതുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരാളെ കണ്ടാൽ തൊടണം, ആ ഭാഗത്തിന്റെ ഇത് എന്താണ് എന്ന് അറിയണം എന്നുള്ള രീതിയിലുള്ളൊക്കെ ആ രീതിയിലൊക്കെ ഉള്ള ചിന്തകളും മറ്റു കാര്യങ്ങളും കുട്ടികളിലേക്ക് വരില്ല എന്നുള്ളതാണ്. നമ്മൾ ടീനേജ് കുട്ടികളാകുമ്പോഴത്തേക്ക് കുട്ടികളെ അങ്ങോട്ട് ഒന്നും എന്റെ മേൽ തൊടണ്ട എന്നുള്ള രീതിയിലുള്ള ഒരു ഇതായിരിക്കും. പക്ഷെ നമ്മൾ മക്കളാണ്, നമുക്ക് അവരെ ഹഗ് ചെയ്യാം. അവരുടെ നല്ല തന്നെ നമ്മൾ മാറോട് തന്നെ അവരെ ചേർത്ത് നമുക്ക് ഹഗ് ചെയ്യാം, അവർക്ക് ഉമ്മ കൊടുക്കാം. അവരെ കൈ നമ്മുടെ മേലൊക്കെ അല്ലെ, നമ്മള് കിടക്കുമ്പോഴും ഒക്കെ അങ്ങനെ തൊടുന്നതിനോ ഇതാക്കുന്നതിനോ ഒന്നും കുഴപ്പമില്ല. അവരെ പക്ഷെ നമ്മളെ 10 വയസ്സിന് മുകളിലായി കഴിഞ്ഞാൽ ആൺകുട്ടികളെ നമുക്ക് അടുത്ത് കിടത്താനോ മറ്റു കാര്യങ്ങൾക്കൊന്നും പാടില്ല. പക്ഷെ നമ്മൾ ടച്ച് എന്നുള്ളത് അത് അവരുടെ ഒരു സ്നേഹത്തോട് കൂടിയിട്ട് അത് അവർക്ക് മനസ്സിലാക്കാൻ പറ്റണം. ടച്ചിന് പല ഇതും ഉണ്ടല്ലോ. അപ്പൊ അതില് വളരെ നല്ല രീതിയിലുള്ള അഫക്ഷനേറ്റ് ആയിട്ടുള്ള സ്നേഹത്തോട് കൂടിയിട്ടുള്ള ആൺകുട്ടികളുടെ ഒക്കെ ഫോർഹെഡിലൊക്കെ കിസ് ചെയ്യുമ്പോഴൊക്കെ അവർക്ക് ഭയങ്കര, അതുപോലെ തോളത്ത് തട്ടിയിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇമോഷണലി ഭയങ്കര കണക്ഷൻ ഉണ്ടാക്കും അവരായിട്ട്. അപ്പം അവർക്കത് ഭയങ്കര രീതിയിലുള്ള സുരക്ഷിതത്വം ഫീൽ ചെയ്യും. അതുപോലെ തന്നെ ഒരു ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. എന്റെ കുട്ടി അവർക്കുണ്ടല്ലോ, എന്റെ കൂടെ എന്റെ ഉമ്മ ഉണ്ട്, ഞാൻ ഭയങ്കര ഇതിലാണ്, അങ്ങനെ ഭയങ്കര സ്നേഹത്തിലാണ് എന്നുള്ള ഒരു അവർക്ക് മാനസികവും സാമൂഹികവുമായിട്ടുള്ള ഒരു വളർച്ചയെ അവരത് നല്ല രീതിയിൽ അത് ബാധിക്കും എന്നുള്ളതാണ്. നമ്മള് പിന്നെ അവർക്കതൊരു വിലമതിക്കാൻ പറ്റാത്ത അത്രയും അവർക്കത് അത്രയും വലുതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ഈ വീട്ടില് കുറച്ച് ഒരു വില ഉള്ള ഒരാളാണ് എന്നൊരു തോന്നല് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ കാര്യമാണ്. കുട്ടികളിൽ നമ്മളുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾക്കിപ്പോ പീരിയഡ്സിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ മെനോപോസിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കും. നമ്മള് പിന്നെ എന്താ പറയാ, ഇമോഷണലി ഭയങ്കര വീക്കാവും. നമ്മൾ ഹോർമോണിൽ ഒരുപാട് ചേഞ്ചസ് വരും. നമ്മൾ ഭയങ്കര ഒച്ചയും വിളിയൊക്കെ ഇടും, ബഹളങ്ങളൊക്കെ ഉണ്ടാക്കും. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പോണത്. അങ്ങനെയൊക്കെ നമ്മളിൽ ഒരു ദിവസം പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ രാത്രി കിടക്കാൻ നേരത്താണ് ഓർമ്മ എന്നുണ്ടെങ്കിൽ മോനെ ഉമ്മാക്ക് ഇന്ന് എന്തൊക്കെയോ പ്രയാസങ്ങൾ ഉണ്ടായിരുന്നടാ, നമുക്കറിയാലോ ഉമ്മ ഇങ്ങനെ പീരീഡ്സിന്റെ ടൈമാണ്, ആ സമയത്ത് ഉമ്മാക്ക് വല്ലാത്ത പ്രയാസമാണ്. അപ്പോ ഒരു സോറി പറയാനും അതിനൊക്കെ നമ്മൾ ഒരു സ്പേസ് ഉണ്ടാക്കുക കുട്ടികളായിട്ട്. അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ ഒന്നും നോക്കണ്ട, അതിനോട് നമുക്ക് സോറി പറയാൻ പറ്റണം. സോറി ട്ടോ എന്ന് പറയുമ്പോ ആ കുട്ടീന്റെ മനസ്സിനൊക്കെ പോകുന്നുള്ളതാ. അപ്പോ ആ സോറി പറയാനും അതുപോലെ തന്നെ എന്തെങ്കിലും അവൻ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവരോട് നന്ദി പറയാനും. ഇപ്പൊ വലിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോണൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, 18+ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരിക്കും, മൊബൈൽ ഫോൺ ഉണ്ടായിരിക്കും. അപ്പൊ അവരെന്തെങ്കിലുമൊക്കെ ചാറ്റ് ചെയ്യുമ്പോൾ ഒരു ഇമോജി ഒക്കെ ഇടുക, ഒരു ഹാർട്ട് ഷേപ്പിന്റെ ഇമോജി ഇടുക, ഒരു ലവിന്റെ എന്തെങ്കിലുമൊക്കെ ഒരു അല്ലെങ്കിൽ ഒരു എന്തെങ്കിലുമൊക്കെ നല്ല നല്ല ഇമോജികളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇടുക. നമ്മളുടെ ഉമ്മാക്ക് നമുക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ, ഉപ്പാക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അതേപോലെ ചെയ്യാം. ഒരു ഇമോജി ഒക്കെ ഇടുക. അത് അവർക്ക് ഭയങ്കര നമുക്ക് ആ കുട്ടികളെ ഒരു ഹാർട്ടിന്റെ ചിഹ്നം തരുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പൊ അതേപോലെ തന്നെ നമ്മളുടെ ഉമ്മമാർക്ക് നമുക്ക് ഇത്തരത്തിലുള്ള ഇമോജികളൊക്കെ ഷെയർ ചെയ്യാം. അതുപോലെ സംസാരിക്കുമ്പോൾ നല്ല ടെക്സ്റ്റുകൾ നല്ല മെസ്സേജുകൾ അവർക്ക് പിന്നെ സെൻഡ് ചെയ്യാം. ഇതൊക്കെ നല്ല ഒരു ബന്ധമാണ് ഉണ്ടാക്കുന്നത്, ഭയങ്കര ഒരു അഫെക്ഷൻ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോ അത് ബോധപൂർവം തന്നെ ഉണ്ടാക്കിയെടുക്കുക തന്നെ വേണം. അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ പോട്ടെ, അങ്ങനെ ചെയ്യട്ടെ, നമ്മൾ എന്ത് തന്നെ പറഞ്ഞാലും എത്ര കൊച്ചപ്പാടുണ്ടാക്കിയാലും കുട്ടികൾക്ക് അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവരുടെ ഉള്ളിൽ അതൊരു ഒന്നുമായിട്ട് അവിടെ കയറിപ്പോകരുത്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അത് ഒന്നുമായി കയറിപ്പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്ത് ചെയ്യുക, അതുകൊണ്ട് അവരോട് കിടക്കാൻ നേരത്തെ എന്ത് ചെയ്യുക, ഒരു സോറി പറയാനും അവർ ചെയ്ത കാര്യങ്ങൾക്ക് ഒരു നന്ദി പറയാനും ഒക്കെ നമ്മൾ റെഡി ആവാന്നുള്ളതാണ്. ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളറിയില്ലേ, സ്നേഹത്തിന്റെ ഭാഷ. സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊക്കെ തന്നെയാണ്. ഒരു ഉമ്മ വെക്കലും ഒരു പിന്നെ തലോടലും ഒക്കെയാണ് സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയണമല്ലേ സ്നേഹത്തിന്റെ ഭാഷ എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് തന്നെയല്ലേ അത്. നമ്മൾ പിന്നെ വേണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അത് നമുക്ക് നമ്മളുടെ കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം. അവരവരുടെ ഫാമിലിക്ക് അത് കൊടുക്കട്ടെ. ഇനി നമുക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് കൊടുക്കുക. നമ്മളുടെ കുട്ടികൾക്ക് അത് കിട്ടട്ടെ. അതിന് വേണ്ടിയിട്ട് നമ്മളെ കുട്ടികൾക്കെങ്കിലും അത് ആർക്കെങ്കിലും കൊടുക്കാൻ കഴിയട്ടെ. ചിലപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിലൊന്നും ചിലപ്പോ
ആ ലവ് ലാംഗ്വേജ് ഒന്നും ചിലപ്പോൾ നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നില്ല. ചിലപ്പോൾ കാലങ്ങളോളം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും, 25, 30, 35 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മളുടെ വിവാഹമൊക്കെ കഴിഞ്ഞിട്ട്. ചിലപ്പോൾ അങ്ങനെ ഒരു സ്നേഹത്തിന്റെ ഭാഷയൊന്നും നമ്മൾ ഇതുവരെ അറിഞ്ഞിട്ടൊന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനത്തെ ഫാമിലികളൊക്കെ ഉണ്ടായിരിക്കും, ആളുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ, എത്രയോ ആളുകളുണ്ട് പഠിച്ചോനെ. അപ്പോ നമ്മൾക്ക് നമ്മളുടെ മക്കളിലേക്കെങ്കിലും ആ ലവ് ലാംഗ്വേജ് കൊടുക്കാൻ പറ്റണം. ഉപ്പാനെ പോലെ തന്നെ ആകുന്ന കുട്ടികൾ ഉണ്ടാവും. അയാൾക്ക് ഹസ്ബൻഡിന് അത്തരത്തിലുള്ള സ്നേഹപ്രകടനം ഇല്ലെങ്കിൽ കുട്ടികളും അതേപോലെ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പ്രകടിപ്പിക്കാൻ തയ്യാറാകുക. അവർക്ക് അവരുടെ കുടുംബത്തിന് അത് കൊടുക്കാൻ പറ്റണം. അതങ്ങനെ നമ്മളിൽ അവിടെ നിന്ന് പോകരുത്. അത് നമ്മളായിട്ട് അത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റം ഉണ്ടാകുക എന്നുള്ളതാണ് അത്രയും പ്രധാനപ്പെട്ടതാണ് ലവ് ലാംഗ്വേജ്. നമ്മളിപ്പോ ഒരു ബഹളമൊക്കെ ഉണ്ടാക്കി, വീട്ടിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി, ഒച്ചയും വിളിയൊക്കെ ഉണ്ടാക്കി, നമ്മളുടെ മാനസികാവസ്ഥയിൽ നിന്ന് നമ്മൾ കുറെ ഹസ്ബൻഡിനോട് എന്തൊക്കെയോ പറഞ്ഞു, കുട്ടികളെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് സാരല്ലടി, എന്താ നിനക്ക് പ്രശ്നം, നിന്റെ പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞില്ലല്ലതും. എത്ര വലിയ മലയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉരുകി എല്ലാം ഇല്ലാണ്ടായി പോവില്ല ആ സ്നേഹത്തിന്റെ മുന്നിൽ. അത്രേ ഉള്ളൂ. നമുക്ക് തിരിച്ചും അങ്ങോട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരാളുടെ ലവ് ലാംഗ്വേജ് തന്നെ ആവണമെന്നില്ല മറ്റൊരാളുടേത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിഷ ബീവിനെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, ആയിഷ ബീവിക്ക് ദേഷ്യം വരുമ്പോ ഇങ്ങനെയാണ് വിളിക്കാറുള്ളത്, സ്നേഹം വരുമ്പോ എന്നെ ഇങ്ങനെയാണ് വിളിക്കാറുള്ളത്. ആ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ബോണ്ടിങ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. എന്റെ ഹസ്ബൻഡിന് ഇതാണ് ഇഷ്ടം, അദ്ദേഹത്തിന്റെ ലവ് ലാംഗ്വേജ് ഇതാണ്, അദ്ദേഹത്തിന്റെ സ്നേഹഭാഷ ഇതാണ് എന്ന് എനിക്ക് അറിയണം എന്നുണ്ടെങ്കിൽ നല്ല ബോണ്ടിങ് ഉണ്ടാകണം എന്നുള്ളതാണ്. ഓരോരുത്തർക്കും അങ്ങനെയാണ്. പിന്നെ കുറച്ച് ചൂടിലാണ് നിൽക്കുന്നത്, എന്നാൽ ഇങ്ങനെ ഒന്ന് പ്രയോഗിക്കാം, ഈ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കാം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതൊക്കെ തന്നെയാണ് ഈ ലവ് ലാംഗ്വേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പോ നമ്മൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നല് അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ പറയാ, നമ്മളെ അഭിനന്ദിക്കുക അല്ലെ. നമ്മളെങ്ങനെ നന്നായിട്ടുണ്ട് കേട്ടോ ഈ കറി വെച്ചത് എന്ന് പറയാ. അപ്പൊ അതേപോലെ തന്നെ കുട്ടികളോട് നമ്മൾ പറയാ നന്നായിട്ടുണ്ട് കേട്ടോ നീ ഇത് ചെയ്തത് എന്ന് പറയുന്ന ഒരു സംഭവം. അതുപോലെ തന്നെ എന്താ പറയാ, ഒരു സഹായം ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, അതുപോലെ തന്നെ അവരുമായിട്ടുള്ള സമയം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ ഏറ്റവും വലിയ ഒന്നാണ് അംഗീകരിക്കുക എന്നുള്ളത്. അവർക്കൊരു അഭിമാന ബോധമുണ്ട്. ആ അഭിമാന ബോധത്തെ നമ്മൾ ഒരിക്കലും വ്രണപ്പെടുത്തരുത്. ഒരിക്കലും നമ്മൾ കുട്ടികളല്ലേ എന്ന് കരുതിയിട്ട് അവരെ അങ്ങോട്ട് വല്ലാതെ പലപ്പോഴും കേട്ടിട്ടുണ്ട് ആളുകളുടെ ഇടയിൽ വെച്ച് എന്തെങ്കിലുമൊക്കെ പറയുക. കുട്ടികൾക്ക് കുട്ടികളുടേതായ അഭിമാന ബോധമുണ്ട്. അതിന് നമ്മൾ ഒരിക്കലും അവിടേക്ക് നമ്മൾ തൊടാൻ അർഹത പോലും നമുക്കില്ല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ അംഗീകരിക്കുന്നത്. ഈ ലോകത്ത് നമ്മളെ എല്ലാവരും അംഗീകരിച്ചു വിചാരിക്കുക, ലോകം മുഴുവനും നീ സൂപ്പറാണ് കേട്ടോ, നീ അടിപൊളിയാണ് കേട്ടോ എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കാം. വീട്ടിലുള്ള ആരും നമ്മളെ അംഗീകരിച്ചിട്ടില്ല, നമുക്കതൊരു അംഗീകാരമായിട്ട് തോന്നുമോ? ഇല്ലല്ലോ. ഈ ലോകത്തിലുള്ള മുഴുവൻ ആളുകളും നമ്മളെ തഴഞ്ഞു, നിന്നെ കൊണ്ട് ഒന്നും പറ്റില്ല കേട്ടോ എന്ന് പറഞ്ഞ് വീടിനകത്ത് നിന്നുകൊണ്ട് നമ്മളോട് പറയാണ് നീ സൂപ്പറാണ് കേട്ടോ, നിനക്ക് കഴിയും, നീ ചെയ്തോ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ലോകം മുഴുവൻ കീഴടക്കിയ പോലെ ആയിരിക്കില്ലേ നമുക്ക്. അതാണ് സത്യത്തിൽ അംഗീകാരം എന്ന് പറയുന്നത്. കുടുംബത്തിനകത്ത് നിന്ന് ആ ഒരു കൈത്താങ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാനോളം ഉയരാൻ പറ്റും. നമ്മളുടെ ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സ്ട്രെങ്താ ഞാൻ പറഞ്ഞത്. ഇമോഷണൽ സ്ട്രെങ്ത്തിന് അതിന് വാനോളം ഉയരാൻ പറ്റും. അപ്പോ നമ്മളുടെ മക്കളുടെ അടുത്ത് നീ ഇത് ചെയ്തു, നിനക്കിത് ചെയ്യാൻ പറ്റും, നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നിന്റെ കൂടെ ഞാനുണ്ട് എന്ന ആ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് കൊടുക്കാൻ ഒരു ഫാമിലിക്ക് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, സെറ്റായോ? 5ാമത്തെ പോയിന്റിലേക്ക് പോട്ടെ. 5 എത്തിട്ടോ നമ്മള്. പറയട്ടെ, ഇതുവരെയുള്ളതൊക്കെ കിട്ടിയോ? എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് അവരുടെ ഒരു ചൈൽഡിഷ് ആയിട്ടുള്ള കുട്ടികളുണ്ടാവില്ല, ചൈൽഡിഷ്നെസ് ഉണ്ടാവില്ലേ കുട്ടികളുടെ, അതൊന്നും നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ഏത് പ്രായത്തിലും ഈ ചൈൽഡിഷ്നെസ് ഉണ്ട്. വളരെ ചെറുപ്പത്തിൽ നമ്മൾ കാണും കുട്ടികളെ, നമ്മള് പിന്നെ വേറെ വീട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭക്ഷണമൊക്കെ വാരി കഴിക്കും അല്ലെ. അപ്പൊ അത് കുട്ടികളല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും നിൽക്കും അല്ലെ. എന്തെങ്കിലുമൊക്കെ എടുത്ത് പൊട്ടിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ പോയി സോഫയിലൊക്കെ ബെഡിലൊക്കെ കിടന്ന് ചാടും. നമ്മൾ കാട്ടും അങ്ങനെ ഇല്ല, കുട്ടികളാണ് കാട്ടുക. ചൈൽഡിഷ്നെസ് ആണ്, കുട്ടികളുടെ ഒരു കുട്ടിത്തമാണ്, കുട്ടിത്ത കളികളാണ്. അത് ഏത് ഏജിലും വരും. കുട്ടികളാകുമ്പോൾ നീ എന്തിനാ അങ്ങനെ ആ വീട്ടിൽ ചെയ്തത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് വീട്ടിലെത്തി കഴിഞ്ഞാൽ പിന്നെ ബഹളായിരിക്കും. അങ്ങനെ അല്ലാതെ അങ്ങനെ ഉണ്ടാവുന്ന ആളുകളുണ്ട്. അതുപോലെ കുറച്ചുകൂടെ ഏജ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാല് ടീനേജിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അപ്പോഴും കുട്ടികൾക്ക് ഈ ചൈൽഡിഷ്നെസ് ഉണ്ട്. ചൈൽഡിഷ്നെസ് എന്ന് പറയുമ്പോൾ കുട്ടിത്തമല്ല അവർക്ക് അവിടെ ഉണ്ടാകുന്നത്, മെച്യൂരിറ്റിയിലേക്ക് അവർ എത്തിയിട്ടില്ല എന്നുള്ളതാണ്. അവർ മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ
എന്തോ നീ അവിടെ ആ വീട്ടിൽ പോയിട്ട് അവരുടെ അടുത്ത് മിണ്ടാണ്ടിരുന്നത്, നീ എന്താ അവരോടൊന്നും സംസാരിക്കാണ്ടിരുന്നത് എന്നൊക്കെ ചോദിക്കില്ലേ നമ്മള്. നീ എന്താ അവിടുത്തെ ആളെ നീ റെസ്പെക്ട് ചെയ്യാതിരുന്നു, നീ അപ്പൊ ഈ ഹെഡ്സെറ്റും വെച്ച് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു, അവരെ നീ അങ്ങനെ ചെയ്യേണ്ടി ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ കുട്ടികളിൽ ഉണ്ടാകുന്നതാണെന്നാണ് ഞാൻ പറഞ്ഞത്. എല്ലായിടത്തും ഉണ്ടാവും ഇതൊക്കെ. നമുക്ക് പറഞ്ഞു കൊടുക്കണം, ഇത് ഇങ്ങനെയാണ് ഇത് അങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കണം. പക്ഷെ അത് അവർ മെച്യൂരിറ്റിയിലേക്ക് എത്താത്തത് കൊണ്ടാണ്. ഓക്കെ, മെച്യൂരിറ്റിയിലേക്ക് എത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിനൊരു 18 വയസ്സ് കഴിഞ്ഞിട്ടും അവർ ഇതേപോലെ ആക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് എന്തെങ്കിലും ഒരു ആക്ഷൻസ് എടുക്കാം. ഇവിടെയും നമുക്ക് ആക്ഷൻ എടുക്കാനായിട്ടില്ല, അവിടെ നമ്മൾ പറഞ്ഞു കൊടുക്കലാണ് വേണ്ടത്. മോനെ, ഇങ്ങനെ ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഉമ്മാരെ കുട്ടി ഇങ്ങനെ ചെയ്യരുത് കേട്ടോ, കാരണം അവിടെ വലിയ വലിയ ആളുകളുണ്ട്. അപ്പൊ നമുക്ക് റെസ്പെക്ടിന്റെ ഒരു ഭാഗമാണ്. ഈ ഹെഡ്സെറ്റ് ഒന്ന് എടുത്തോ നീ, എന്നിട്ട് അവരോട് ഒന്നൊരു സലാം പറഞ്ഞു, എന്നിട്ട് നീ എവിടെ വെച്ചാൽ പോയിരുന്നോ ഇതാക്കിക്കോ, നിന്നോട് അവർ വർത്താനൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ കുട്ടികൾക്ക് നമുക്ക് പക്ഷെ നമ്മൾ ആക്ട് ചെയ്യുന്ന വെച്ചാൽ 7 വയസ്സായ കുട്ടീനോടും ഭയങ്കര 14 വയസ്സായ കുട്ടി ഉണ്ടാകുമ്പോൾ കുട്ടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് അതിന് തിരിച്ചിട്ട് പ്രായമായിട്ടുണ്ടായിരിക്കും. പക്ഷെ നമ്മൾ നിൽക്കുന്ന മെച്യൂരിറ്റിയാണ് കുട്ടിയും നിൽക്കുന്നത് എന്നുള്ള ഒരു ധാരണയാണ് നമുക്കുള്ളത്. ആ ധാരണ നമുക്ക് ഉണ്ടാവരുത്. കുട്ടി നിൽക്കുന്നത് ചിലപ്പോൾ അതിന്റെ പേരിൽ ഫാമിലിയിൽ എന്തെങ്കിലുമൊക്കെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞു ഇതാക്കിയൊക്കെ വരാം. പക്ഷെ എങ്കിൽ കൂടിയും നമ്മൾ കുട്ടിയുടെ അടുത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോ ആ കാര്യം ആ കാര്യത്തിലേക്ക് ആ ഒരു കുട്ടിത്തം എന്നുള്ളത് അവൻ മെച്യൂരിറ്റിയിലേക്ക് എത്തിയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അവനത് ക്ഷമിച്ചു കൊടുത്തിരിക്കുന്നു. ആ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യുക എന്നുള്ളത് ഇൻഷാ അല്ലാ. കുട്ടികളിലാണെങ്കിലും ടീനേജ് പ്രായത്തിലാണെന്നുണ്ടെങ്കിലും കുട്ടികൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്തൊക്കെ ഗേൾസിനൊക്കെ പൊതുവെ ഉണ്ടാകുന്ന ഒരു സംഭവമാണിത്. പെട്ടെന്നൊന്നും ആരോടും പോയി കണ്ടൊന്നും മിണ്ടൂല. അപ്പൊ നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ ഇതൊരു ബഹളായിരിക്കും. അപ്പൊ കുട്ടി ഇങ്ങനെയാണ് എന്നുള്ളത് നമ്മൾ ആദ്യം അക്സെപ്റ്റ് ചെയ്യുക. കുട്ടി ഇങ്ങനെയാണ്, കുട്ടികൾക്ക് ഇങ്ങനെ എല്ലാ കുട്ടികൾക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. റയർ കുട്ടികളുണ്ട് കേട്ടോ, ഭയങ്കര ആക്റ്റീവായിട്ട് ഭയങ്കര സംസാരങ്ങളൊക്കെ ആയിട്ടുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പൊ അവളെ കണ്ട് നീ നോക്കുക, അവളൊക്കെ സംസാരിക്കുന്നു. അപ്പൊ കുട്ടിക്ക് ട്രൈ ചെയ്യുന്നുണ്ടായിരിക്കും, കുട്ടിക്ക് കിട്ടുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവൾ ഭയങ്കര പ്ലസന്റ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക, എല്ലാവരോടും ചിരിച്ചിട്ട് ആയിക്കോട്ടെ ആയിക്കോട്ടെ എല്ലാവരോടും ചിരിച്ചിട്ടായിരിക്കുക. പക്ഷെ വായനൊന്നും വരുന്നില്ല. അപ്പൊ ആ കുട്ടീനെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഇൻഷാല്ലാ അതിന്റെ പ്രായമായി കഴിയുമ്പോൾ അതിന്റെ സമയമായി കഴിയുമ്പോൾ അവർ ചെയ്തോളും കേട്ടോ. ഇൻഷാല്ലാ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, റെഡിയാണോ കേൾക്കാന്? ആരോ സൗണ്ട് ഓൺ ആയിട്ടുണ്ടാകെ. റെഡി അല്ലേ? അത് 5 6 6ാമത്തെ കാര്യം തോന്നുന്നു അല്ലേ? ഞാൻ 6 അല്ല 6 7 കാര്യങ്ങളൊക്കെ പറയാനായിരുന്നില്ലേ. അപ്പൊ 6ാമത്തെ കാര്യം കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവരും നോക്കിക്കുക, അത്രയുള്ള രസകരമായ സംഭവമാണ്, എല്ലാവർക്കും പറ്റുന്നതാണ്. പക്ഷെ ആരും ചെയ്യില്ല. എന്താണെന്നറിയോ? മെയിൻറ്റെയിൻ എ സെൻസ് ഓഫ് ഹ്യൂമർ. നമ്മള് ഭയങ്കര മസിൽ കൊടുത്താം എല്ലായിടത്തും. പ്രത്യേകിച്ച് ഇവിടെ ഭയങ്കര മസിൽസാ. ഇങ്ങനെ ചിരിക്കാൻ പറ്റില്ല നമുക്ക്, ഭയങ്കര ഇങ്ങനെയാ നമ്മളെപ്പോഴും അല്ലേ. ഇവിടത്തെ മസിൽസ് ഇങ്ങനെ, ഇവിടെ മസിൽസ് നല്ല ഈസി ആയിട്ടാവും. മസിൽസ് ഇങ്ങനെ ഈസി അല്ലേ? ചിരിച്ചു നോക്കി എല്ലാരും, നല്ല ഈസി അല്ലേ? മക്കളോടൊക്കെ ചിരിക്കുക, ഫണ്ണാവുക, വീട്ടില് ഭയങ്കര ജോയ് ആവുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കുട്ടികളുടെ സെൻസസിനകത്ത് കുട്ടികൾ പറയണത് ഉമ്മമാരൊക്കെ ഭയങ്കര റഫാണ്. ഉമ്മമാരൊക്കെ എന്തോ ഒരു വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് ഇപ്പൊ എന്റെ അടുത്തൊരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അനുഭവം പറഞ്ഞതെന്ന് വെച്ചാല്, ഈ ഉമ്മ ഫംഗ്ഷന് പോയി, കല്യാണത്തിന് പോയിട്ട് ഉമ്മാനെങ്ങനെ കുട്ടി നോക്കുക. ടീനേജ് പ്രായത്തിലുള്ള ഗേൾ ആണേ. അവള് ഉമ്മാനെ ഒബ്സർവ് ചെയ്യാ. ഉമ്മാന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഉമ്മാന്റെ ഫാമിലിനെയൊക്കെ കാണുകയാണ്. ഉമ്മ ഭയങ്കര സന്തോഷം, എടാ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു കുറെ സംസാരമൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തി ഈ മക്കനെ അങ്ങോട്ട് ഊരിയപ്പോഴത്തേക്ക് എന്താ അവിടെ എന്നൊക്കെ ചോദിച്ചിട്ട് ഉമ്മ ഭയങ്കര റഫായി. അപ്പൊ അവള് പറയാ, ഉമ്മ വീടിനകത്തേക്ക് കയറുമ്പോഴത്തേക്ക് വേറെ മുഖം മൂടി ഇട്ട മാതിരിയാണ് ഉമ്മാക്ക്. അപ്പൊ ഇത്രയുള്ള സംഭവം. വീടിനകത്ത് ഫണ്ണില്ലേ ഇല്ല, വീടിനകത്ത് ഫണ്ണ് വേണം. കുട്ടികൾ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് രസാ, ഉമ്മ ചിരിക്കട്ടെ. ഉമ്മ ചിരിക്കനെ കാണാന് നമ്മൾ വിചാരിക്കും ഉമ്മ ഇങ്ങനെ ഭയങ്കര ഹൊറിബിൾ ഒക്കെ ആയിട്ട് നിൽക്കണം. ഉമ്മ ഭയങ്കര വിഷമ, ഉമ്മ എന്താ അങ്ങനെ ഉണ്ടല്ലോ, മാതാവ് എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, കവിതയൊക്കെ ഉണ്ട് പണ്ട് ഉണ്ടായിരുന്നല്ലോ, ദുഃഖപുത്രിയൊക്കെ ആയിട്ട് ഭയങ്കര. പണ്ട് സീരിയലുകളൊക്കെ ഉണ്ടായിരുന്നു, കുറെ ദുഃഖപുത്രി കഥാപാത്രങ്ങളായിട്ടുള്ള കുറെ പീഡനങ്ങളൊക്കെ സഹിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു മനോഭാവത, അങ്ങനത്തെ പിക്ചറാണ് നമ്മളെ കയ്യിലുള്ളത് സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതല്ല, അതൊക്കെ മാറിയിട്ട് എന്താണോ വീട്ടിനകത്ത് ചിരിക്കാനുള്ളത് അതിനനുസരിച്ച് അങ്ങോട്ട് ചിരിക്കുക തന്നെ. ഇപ്പം നമ്മള് ചിരി ബന്ധം നന്നായിട്ട് കൂട്ടും, നമ്മളെ മക്കളായിട്ടുള്ള കണക്ഷൻസ് കൂട്ടും, തമാശകൾ പറയാ. നമുക്കപ്പോ ചിലപ്പോ നമ്മളിത് ഇപ്പൊ കുട്ടികൾ കേൾക്കുമ്പോ അത് ഉമ്മ ചളി അടിക്കണം എന്നൊക്കെ പറയും കുട്ടികളെ. എന്നാലും വേണ്ടിയില്ല, ഉള്ളതിട്ട് അടിക്കുക. എന്നിട്ട് അവര് പറയണത് നമ്മളും അങ്ങോട്ട് കമന്റ് ചെയ്യുക, നമ്മൾ അങ്ങോട്ട് എന്തൊക്കെയാ അങ്ങനെ ഉണ്ടല്ലോ. അങ്ങനെ ഏത് പ്രായത്തിലുള്ള കുട്ടികളോടും ഇരുന്ന് ഒരു ഫൺ മൊമെന്റ്സ് ക്രിയേറ്റ് ചെയ്യുക. ഭയങ്കര അതല്ല ഞാൻ പറയട്ടോ, ഫൺ മൊമെന്റ്സ് ഉണ്ടാവുക എന്നുള്ളതാണ്. വീട്ടിൽ നല്ല രസകരമായിട്ടുള്ള അപ്പോ കുട്ടികളുടെ വീക്ക്നെസ് എന്താണ്, കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഒരാളെ കളിയാക്കിയിട്ടല്ല കേട്ടോ
ഇതുണ്ടാക്കേണ്ടത്. പക്ഷെ ആ കുട്ടിക്ക് ആ കുട്ടിയുടെ വീക്ക്നെസ്സും ആ കുട്ടിയുടെ സ്ട്രെങ്ത്തും ഒരു ഫാമിലിന്റെ അകത്ത് തന്നെ അറിയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഒരാള് ഇതെന്താടി ഇങ്ങനെയെന്ന് ചോദിച്ചാൽ നീ എന്താ ഇങ്ങനെ ഇരിക്കും, നീ എന്താ അങ്ങനെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ലാവില്ല. കാരണം അവർക്ക് അവളുടെ വീക്ക്നെസ്സും അവളുടെ സ്ട്രെങ്ത്തും മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് അവരുടെ ഫാമിലിയിൽ നിന്ന്. അപ്പം അത് നമ്മൾ എത്രത്തോളം വീട്ടിനകത്ത് അത്തരത്തിലുള്ള ഫൺ മൊമെന്റ്സ് കൊണ്ടുവരുന്നു, നമ്മളുടെ ചിരി ഉണ്ടല്ലോ കുട്ടികളായിട്ടുള്ള ദൂരം ഇങ്ങനെ കുറയ്ക്കും. ഏത് റിലേഷൻഷിപ്പുമായിട്ടുള്ള ദൂരം ഇങ്ങനെ കുറയ്ക്കും. നമുക്ക് നമ്മൾ ഫോൺ എടുത്ത് നമ്മളെ സുഹൃത്തിനെ വിളിക്കുമ്പോൾ ഉണ്ടാവുന്ന മെന്റാലിറ്റി എന്താ, നമുക്ക് എന്തൊരു ഉള്ളുന്നല്ലേ ഭയങ്കര സന്തോഷം വരും, ചിരി വരും, നമ്മള് തമാശകൾ പറയും, പഴയകാല തമാശകൾ പറയും. നമ്മള് എന്താ അങ്ങനത്തെ മൊമെന്റ്സ് എന്താ വീട്ടിലുണ്ടാക്കിക്കൂടെ നമുക്ക്? നമ്മൾ ഭയങ്കര ബന്ധത്തിൽ ഭയങ്കര ശക്തി കൂടും. ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ നമ്മുടെ വീട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഉമ്മാനോട് എനിക്ക് ഇതൊക്കെ പറയാൻ പറ്റും, ഉമ്മ ഫണ്ണാണ്, ഉപ്പാനോട് ഇതൊക്കെ പറയാൻ പറ്റും, ആ രീതിയിലേക്ക് കുട്ടികൾ എത്തും എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് നമ്മൾ റെഡ് മാർക്കിൽ ഇടേണ്ടത്. എല്ലാവരും ചിരിക്കണം വീട്ടില്. ഇത്രയേ ഉള്ളൂ സംഭവം. ഓക്കെ ആണോ? ഇഷ്ടമായോ ഈ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സംഭവം? അതോ നിങ്ങൾ എല്ലാവരും എല്ലാവരും അങ്ങനെ തന്നെയാണോ? ചില ആളുകൾക്കൊക്കെ ഇമോഷണലി ഭയങ്കര പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. എങ്കിൽ കൂടിയും അതെല്ലാം കൂടെ കുട്ടികളുടെ മേത്തിക്ക് കാണിക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യാം, ഒന്ന് കുറച്ചൊക്കെ ഒന്ന് കാമായിട്ട് കുറച്ചൊക്കെ ഒന്ന് ചിരിച്ചിട്ടൊക്കെ ആയിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ്. സമയായോ? സമയമായിക്കൊണ്ടേയിരിക്കുന്നു. നമുക്ക് എന്നാ 7ാമത്തെ പോയിന്റിലേക്ക് പോവാം അല്ലേ? 7 ഏകദേശം ഇതേപോലെ തന്നെയാണ്. നമ്മള് ബി ഫെയർ ആൻഡ് ക്ലിയർ എന്നുള്ളതാണ്. അപ്പോ നമുക്ക് കുട്ടികളിൽ എന്തെങ്കിലും ഒരു പ്രശ്നം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് അവരോട് അത് ക്ലിയർ ആയിട്ട് പറയാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നീതിയോട് കൂടിയിട്ടായിരിക്കണം അത് ഉണ്ടായിരിക്കേണ്ടത്. എന്തിനാണ്, എന്തുകൊണ്ടാണ്? പലപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് കാണുമ്പോഴത്തേക്ക് പലപ്പോഴും കാണാറുണ്ട്, അടുക്കളയിൽ നമ്മൾ പാത്രം കഴുകുമ്പോഴൊക്കെ നമ്മളിങ്ങനെ പാത്രത്തിനേക്കാൾ ഒച്ചത്തിൽ ഇവരെങ്കിലും ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീടിന്റെ ഉള്ളിൽ നമ്മളിങ്ങനെ നമ്മളെ പണികളൊക്കെ എടുത്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഡ്രസ്സ് എടുക്കുന്നു, അത് അയക്കാൻ കൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ ഒച്ചയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തോ ഒരു വിഷയത്തിനെ സംബന്ധിച്ച് നമ്മളിങ്ങനെ ഒച്ചയിട്ട്, കുട്ടിക്ക് എന്താന്ന് തന്നെ മനസ്സിലാവുന്നില്ല, ഒരു ഒച്ച ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരു സൗണ്ട് ഇങ്ങനെ വേരിയേഷൻ കേൾക്കുന്നുണ്ട്, ഹോ 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 എന്ന് പറഞ്ഞിട്ടുള്ള. ഇത് മാത്രമേ കുട്ടിക്ക് കേൾക്കാൻ കഴിയുള്ളൂ. എന്തിനാ അത് സൗണ്ട് ഉണ്ടാക്കണതോ, എന്തിനാണ് ഇത് ഒച്ചയിടുന്നതോന്നും കുട്ടികൾക്ക് മനസ്സിലാവില്ല. വളരെ ചെറുപ്പം മുതൽ ഏറ്റവും വലിയ പ്രായത്തിൽ എത്തിക്കഴിഞ്ഞാലും കുട്ടികളുടെ മനസ്സിനകത്തേക്ക് കയറുന്ന ഏറ്റവും പേടിപ്പെടുത്തുന്ന ശബ്ദം എന്ന് പറയുന്നത് ഉമ്മാന്റെ ഒച്ചിടലാണ്. ഉമ്മയുടെ ഉപ്പമാരാണെങ്കിൽ അതൊരു ട്രോമ, ഭയങ്കര ഒരു ട്രോമയിലേക്ക് കുട്ടികളെ കൊണ്ടുപോകും. അത്തരത്തിലുള്ള സൗണ്ടുകൾ കുട്ടികൾ വേറെ എവിടെന്നെങ്കിലും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ കുട്ടികൾ വല്ലാത്ത ട്രോമയിലേക്ക് പോകും. ഇത് പിന്നെ ചില ചില ഉമ്മമാരൊക്കെ ഒരു ഒച്ചയിടും, ഇങ്ങനെ, അയ്യോ എനിക്കത് അറിയില്ല, ഇങ്ങനെ ഉള്ളിന്ന് വരുന്നൊരു ഒച്ചയാണ്, എന്താന്ന് ചോദിച്ചിട്ടുള്ള ഒച്ച ഇടുമല്ലോ നമ്മൾ ആ ഒരു സാഹചര്യത്തിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യണത്. പക്ഷെ കുട്ടിയിൽ അത് ഉണ്ടാക്കുന്ന അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് ഉണ്ടാക്കുന്ന ചൈൽഡ്ഹുഡിലെ ഒരു വല്ലാത്ത വൂണ്ടായിട്ട് അത് കിടക്കും. അത് അവരിൽ ഭയങ്കര ട്രോമ ക്രിയേറ്റ് ചെയ്യും. അത് എത്ര വലുതായി കഴിഞ്ഞു കഴിഞ്ഞാലും അത്തരത്തിലുള്ള ഒരു ഒച്ച കേൾക്കുമ്പോൾ ചിലപ്പോൾ ഫാമിലിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരിക്കും, കല്യാണം കഴിഞ്ഞൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടുന്ന് എന്തെങ്കിലും ഒരു ഒച്ച ഇതേപോലെ കേൾക്കുമ്പോഴേക്കും കുട്ടിക്ക് ഒരുതരം ഞെട്ടലുണ്ടാകും. ഇത് ഞാൻ എവിടുന്നോ ചെറുപ്പത്തിൽ കേട്ടൊരു സൗണ്ടാണ്. ആ ട്രോമ വരാൻ തുടങ്ങും. അത് അവരുടെ ഫാമിലി ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും, അവരുടെ ലൈഫിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ എന്തെങ്കിലും കുട്ടികൾ എന്തെങ്കിലും തെറ്റ് ചെയ്തോ, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയോ, നമ്മളെ പണികളൊക്കെ കഴിഞ്ഞ് അവനെയോ അവളെ മുന്നിൽ ഇരുത്തിക്കൊണ്ട് എന്തായിരുന്നു നീ അപ്പൊ ചെയ്തത്, നീ അവരുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ട് അത് സ്ട്രോങ് ആയിട്ട് ക്ലിയർ ആയിട്ട് വളരെ മാന്യമായിട്ട് നീതി ഉണ്ടായിരിക്കണം. അവർക്ക് സംസാരിക്കാനുള്ള സ്പേസ് കൊടുക്കണം, നമുക്കും സംസാരിക്കാനുള്ള സമയം അവർ തരണം. ഈ രീതിയിൽ ഒരു കാര്യത്തെ ക്ലിയർ ആയിട്ട് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം. അവരുടെ കണ്ണിൽ നോക്കിയത് പറയുക, അവരുടെ അഭിമാനത്തിന് ക്ഷതം പറ്റാത്ത രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റുക, ഒരു പക്ഷത്തിലേക്ക് മാത്രം ചേർന്ന് നിൽക്കാതെ അവരുടെ പക്ഷം കൂടെ നമ്മൾ കേൾക്കാൻ ശ്രമിക്കുക, പറയാന് പിന്നെ എന്താ പറയാ സമയം കൊടുക്കുക, കേൾക്കാനുള്ള സമയം നമ്മൾ ഉണ്ടാക്കുക. ഈ രീതിയിലായിരിക്കണം. അത് അവർക്ക് ഭയങ്കര ട്രസ്റ്റ് ബിൽഡ് ചെയ്യും. എന്റെ ഉമ്മാന്റെ അടുത്ത് എനിക്ക് ഇന്ന കാര്യങ്ങൾ പറയാൻ പറ്റും, എന്ത് തെറ്റ് ചെയ്താലും ഉമ്മാനോട് എനിക്ക് വന്ന് പറയാനുള്ള സ്പേസ് ഉണ്ട്. ആ ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ വളരെ നല്ലൊരു കാര്യമാണ് അത്. ഏത് പ്രായത്തിലായി കഴിഞ്ഞാലും ഉമ്മാനോട് ഒരു ബഹുമാനം തോന്നും. അല്ലെങ്കിൽ ഇത് ഇങ്ങനെ നടന്നിട്ടാണ് എല്ലാ ഒച്ചയും, പണി അങ്ങനെ എടുക്കുന്നുണ്ടായിരിക്കും, അതിന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുട്ടീനെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ കുട്ടിക്ക് എന്ത് ചെയ്യും, ഇതെന്തത് ഇങ്ങനെയാ തോന്നുക. അപ്പൊ അല്ലാത്ത സമയത്ത് അവർക്ക് ബഹുമാനം തോന്നും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും, ഒരു കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതും നമ്മൾ ഇൻഷാല്ലാ ശ്രദ്ധിക്കുന്നു വിചാരിക്കുകയാണ്. ഇനി അടുത്തൊരു പോയിന്റിലേക്ക് പോകല്ലേ. എത്രാമത്തെ പോയിന്റ്? 7ഓ 8ഓ അങ്ങനെ എന്തോ ആണ്. ഏതായിരുന്നാലും പോയിന്റുകൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ദ ലാസ്റ്റ് പോയിന്റ് ഈസ് മോറൽ വാല്യൂ ആണ്. മോറൽ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റും. ടീച്ചർ പറഞ്ഞു വെച്ചത് ടീച്ചർ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് ഞാൻ അവസാനത്തേക്ക് പറഞ്ഞു വെച്ച് ഇങ്ങനെ അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. നമുക്ക് എപ്പോഴായിരുന്നാലും കുട്ടികൾക്ക് ആ ഒരു മോറൽ വാല്യൂസ് നമ്മളുടെ ദീന മക്കളിലേക്ക് എത്തിക്കാൻ നമുക്ക് പറ്റണം എന്നുള്ളതാണ്. നമുക്കറിയാലോ, സൂറത്തുൽ ഇസ്രായേൽ വളരെ രസകരമായിട്ടുള്ള വളരെ ടച്ചിങ് ആയിട്ടുള്ള ഒരു പ്രാർത്ഥന ഉണ്ട് 24ാമത്തെ ആയത്തില്.
എന്താണ് പിന്നെ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ എന്നുള്ളത് അല്ലെ. ആ പ്രാർത്ഥനയുടെ ആ പ്രാർത്ഥനയ്ക്ക് നമ്മൾ അർഹരാവണം എന്നുണ്ടെങ്കിൽ റബ്ബിർഹംഹുമാ, കുട്ടി പറയാണ് അവർക്ക് നീ റഹ്മത്ത് നൽകണേ കമാ റബ്ബയാനി സ്വഗീറ, അവരെന്താണോ എനിക്ക് ചെറുപ്പത്തിൽ തന്ന ആ റഹ്മത്ത്, ആ റഹ്മ, ആ കാരുണ്യം, ആ കാരുണ്യത്തെയാണ് തിരിച്ചവിടെ ചോദിക്കുന്നത്. അപ്പോ ഈ പ്രായത്തിൽ നമ്മൾ ഈ കാരുണ്യം ഇവിടെ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ആ പ്രായത്തിൽ അവരങ്ങനെ 1000 വട്ടം പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. തിരിച്ചു കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ ചെയ്തു വെച്ചതിന്റെ ബാക്കിയാണ് എന്നുള്ളത്. അപ്പൊ അത് തിരിച്ചു കിട്ടണം എന്നുണ്ടെങ്കിലും നമ്മൾ ഇവിടെ റഹ്മത്ത് കുട്ടിക്ക് കൊടുക്കേ നിർബന്ധമായിട്ടും കൊടുക്കണം. അത് ഒന്ന് എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ആർട്ടാണ്, ആർട്ട് ഓഫ് പാരന്റിങ്. ആർട്ട് ഓഫ് പാരന്റിങ് ഉണ്ടാവുന്നത് എവിടുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാനെ കുട്ടികൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. അള്ളാഹ് ആരാണെന്ന് അറിയുക എന്നുള്ളതാണ്. അള്ളാഹി റസൂലിന് നമുക്ക് കുട്ടിയിലേക്ക് എത്തിക്കാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുടുംബങ്ങള് രസകരമായിരിക്കും, കുടുംബങ്ങൾ സന്തോഷത്തോടു കൂടി ഉണ്ടായിരിക്കും. അള്ളാഹനെ നമുക്ക് കൃത്യമായിട്ട് അള്ളാഹ് ആരാണ് അള്ളാഹനെ അറിയിച്ചു കൊടുത്തു കഴിഞ്ഞാല്, റസൂലിനെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാല് അതൊരു ഏറ്റവും വലിയ സമ്പത്ത് എന്ന് പറയുന്നത്. ആ സമ്പത്ത് കുട്ടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ കുട്ടി നമ്മള് ഇങ്ങനെയാണല്ലോ പിന്നെ ഈ അനന്തരാവകാശം കിട്ടുന്ന സ്വത്തുകളും കാര്യങ്ങളൊക്കെയാണല്ലോ കൊടുക്കുക. ഇതാണ് ഏറ്റവും വലിയ സ്വത്ത് എന്ന് പറയുന്നത്. തൗഹീദ് കുട്ടിയിലേക്ക് എത്തിക്കുക, അള്ളാഹൻ ആരാന്ന് പറഞ്ഞു കൊടുക്കുക, റസൂൽ ആരാണെന്ന് പറഞ്ഞു കൊടുക്കുക, ദീനിയായിട്ടുള്ള സിറ്റുവേഷൻ സാഹചര്യങ്ങളിലൂടെ കുട്ടീനെ കൊണ്ടുപോവുക, ദീനിയായിട്ടുള്ള പിന്നെ സാഹചര്യങ്ങൾ വീടുകളിൽ ഉണ്ടാക്കുക, അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ദീനി ആയിരിക്കണം മൊത്തത്തില്. അതില് രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും മഗ്രിബിനും രാത്രിക്കും നമുക്കൊരു സമയമുണ്ട്. ആ സമയങ്ങളിൽ നമ്മളുടെ വീട് ദീനിയാവുക എന്നുള്ളതാണ്. എല്ലായിടങ്ങളിലും അതിന്റെ റിഫ്ലക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അത് ഭക്ഷണം കഴിക്കുമ്പോ, ഉറങ്ങുമ്പോ, പഠിക്കുമ്പോ, ഓതുമ്പോ, നമസ്കരിക്കുമ്പോ, ഉമ്മയായിട്ട് സംസാരിക്കുമ്പോ, ഉപ്പയായിട്ട് സംസാരിക്കുമ്പോ, എവിടെയും നമുക്ക് റസൂലിന്റെ മാതൃക അവിടെ ഉണ്ട് എന്നുള്ളതാണ്. കുട്ടികളെ തൊടുമ്പോ, കുട്ടികളെ ഉമ്മ വയ്ക്കുമ്പോ, ഹഗ് ചെയ്യുമ്പോ, കുട്ടികളെ ഉപദേശിക്കുമ്പോ, കുട്ടികളുടെ എപ്പോഴും റസൂൽ തോളിൽ തട്ടുമായിരുന്നു കുട്ടികളുടെ. ആ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ കുട്ടികളെ അങ്ങനെ ടച്ച് ചെയ്യുന്നതും അതിന്റെ ഒരു പ്രാധാന്യം, കുട്ടികളെ എത്രത്തോളം പിന്നെ നമ്മുടെ കുടുംബത്തിനകത്ത് ദീനിബോധത്തോടെ വളർത്തണം എന്നുള്ളതൊക്കെ നമുക്ക് റസൂലിന്റെ ജീവിതത്തിൽ നിന്ന് കാണാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വീടിനകത്തേക്ക് കൊണ്ടുവരിക. ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ വീടിനകത്ത് ഉണ്ടാകുന്നുണ്ടോ, നമുക്ക് പിന്നെ പേടിക്കാനില്ല. അൽഹംദുലില്ലാ. അപ്പൊ നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ദീനീ സാഹചര്യത്തിൽ വളരുന്ന ഒരാളെ നമുക്ക് ചോദിക്കാനും അവരെ കൊണ്ടുപോകാനും ഒക്കെ ആളുകൾ ഉണ്ടായിരിക്കും ഫാമിലിക്ക്. അങ്ങനത്തെ ഫാമിലിയിലകത്ത് ഒരു കുട്ടിനെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തം മാറും എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അത്തരത്തിലുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. ഇപ്പോ ഞാൻ പറയാറുണ്ട്, നമ്മൾ പലപ്പോഴും 100% ശ്രമിക്കാറുള്ളത്. പക്ഷെ പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ 50% വർക്ക് ചെയ്താൽ മതി എന്നുള്ളതാണ്. എന്താ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. 50% കിട്ടിയാൽ മതി. 50% പഠിച്ചോന്റെ കയ്യിലുള്ളത്. നമ്മളവിടെ 50% പിന്നെ മാർക്കിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്താൽ മതി. പക്ഷെ നമ്മൾ എന്താ ചെയ്യുക, 100ന് വേണ്ടി ട്രൈ ചെയ്യും. 100ന് വേണ്ട, 100 നമ്മളെ അടുത്ത് കിട്ടൂല എന്നുള്ളതാണ്. നമുക്ക് 50 ഉള്ളൂ. 50ന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രൈ ചെയ്യേണ്ടത്. ഇവിടെ നമ്മൾ 50ന് ട്രൈ ചെയ്ത് നമുക്ക് 40 കിട്ടിയെങ്കിൽ പഠിച്ചോൻ അവിടെ തിരിച്ചു തരുന്നത് 40 ആയിരിക്കും എന്നുള്ളതാണ്. നമ്മൾ ട്രൈ ചെയ്തിട്ട് 10 കിട്ടിയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ തിരിച്ചു തരുന്നത് 10 ആയിരിക്കും. റബ്ബിർഹം ഹുമാ കമാ റബ്ബയാനി സ്വഗീറ. ആ സ്വഗീറയിൽ നമ്മൾ 50 കൊടുത്തോ, കുറച്ചോൻ തിരിച്ച് അവരുടെ വാർദ്ധക്യ കാലത്ത് ആ 50 തിരിച്ചു തരും. അപ്പോ അതാണ് ആ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. ആ പ്രാർത്ഥനയിൽ തന്നെ അതാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇങ്ങനെയാണോ ഇല്ല അങ്ങനെയാണ് എന്നുള്ളത്. കുട്ടികൾ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ കുറെ ഓതിയിട്ട് പാടിയിട്ടൊന്നും കാര്യമില്ല. അത് കുട്ടികൾക്ക് എന്താണോ നമ്മൾ കൊടുത്തത് അത് അതേ പഠിച്ചോൻ തിരിച്ചു കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. അതാണ് കുട്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും. അപ്പം ഈ 50% നമ്മൾ സെറ്റാണോ, ഈ 50%ത്തിലേക്കാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത്, നമ്മൾ 100ലേക്കുള്ള വർക്ക് ചെയ്യല. പടച്ചോന്റെ ഭാഗം കൂടെ നമ്മളങ്ങോട്ട് ക്ലിയർ ആക്കാൻ. പടച്ചോന്റെ ഭാഗം ക്ലിയർ ആക്കണ്ട. നമ്മളുടെ ഈ പറഞ്ഞതുപോലെയുള്ള ഞാൻ കുറച്ച് 5-8 പോയിന്റുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ പോയിന്റുകളിലൂടെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കും. അത് നമ്മളുടെ 50ലേക്ക് എത്താനുള്ള മാർഗമാണ്. അത് അപ്പുറത്ത് ഒരാളുടെ ആ കുട്ടി ഇങ്ങനെ ആകണോ അങ്ങനെ ആണോ ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. ഇത് ഇങ്ങനെ അവിടെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഇങ്ങോട്ട് കിട്ടുന്ന റിസൾട്ട് അതായിരിക്കും എന്നുള്ളതാണ്. അതാണ് ഈ പ്രാർത്ഥന എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇത് മുഴുവനും അവസാനത്തേക്ക് എത്തുന്നത് ഈ പ്രാർത്ഥനയിലാണ്. ഒറ്റ ആയത്തിലാണ് നിൽക്കുകയാണ്, ഈ ഒറ്റ പ്രാർത്ഥനയിൽ നിൽക്കുക. നമ്മൾ എത്ര വേണമെങ്കിലും അതിന് വിശദീകരിക്കാൻ പറ്റും. ആർട്ടും സയൻസും സ്പിരിച്വാലിറ്റിയും ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ പ്രാർത്ഥനയെ അങ്ങനെ പറയാൻ പറ്റും. അപ്പൊ അത്രയും രസകരമായിട്ടാണ് പഠിച്ചോൻ അത് പറഞ്ഞു വെച്ചിട്ടുള്ളത്. ആ കാരുണ്യമാണ് അവർക്ക് നമുക്ക് കൊടുക്കേണ്ടത്. അവർ ചോദിക്കുന്നത് അത് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള സംരംഭങ്ങൾ നമ്മൾ സ്കൂളുകൾ തെരഞ്ഞെടുക്കാൻ വേണ്ടി, ഇപ്പൊ ഞാനൊക്കെ തന്നെയും ഇപ്പൊ 4 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് സ്കൂൾ സെലക്ട് ചെയ്യണം അല്ലെ. നമ്മൾ നാട്ടിലുള്ള സ്കൂളുകൾ മുഴുവൻ സെർച്ച് ചെയ്യുക, എവിടെയാണ് കുട്ടിക്ക് നല്ല സിലബസ് ഉള്ളത്, നല്ല ഇതുള്ളത്, നമ്മൾ അങ്ങനെ അന്വേഷിക്കുക, എന്നിട്ട് നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുക.
അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കുട്ടിക്ക് ഭൗതിക വിദ്യാഭ്യാസവും കൂടെ അതിന്റെ കൂടെ തന്നെ ആത്മീയ വിദ്യാഭ്യാസം കൂടെ കൊടുക്കാൻ നമ്മൾ തയ്യാറാവുക എന്നുള്ളതാ. നമ്മൾ കേവലം ഒരു മദ്രസയ്ക്ക് അങ്ങോട്ട് പറഞ്ഞയച്ചു, മദ്രസയിൽ ഇങ്ങനെ 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 രാവിലെ അവിടെ പറഞ്ഞയക്കുന്നു, കുട്ടികൾ വരുന്നു, അവിടെ അതങ്ങോട്ട് ഒതുങ്ങാതെ കുറച്ചും കൂടെ കുട്ടികളിലേക്ക് എങ്ങനെ ആത്മീയമായിട്ടുള്ള ബോധത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും, അതിൽ എവിടെയൊക്കെ ഉണ്ട്, എന്തൊക്കെ ഉണ്ട്, അതിനു വേണ്ടി നമ്മൾ ചിലവാക്കുന്ന ഒന്നും തന്നെ അതൊരിക്കലും പിന്നെ വെറുതെ ആയി പോകില്ല എന്നുള്ളത്. അത് ആ പ്രാർത്ഥനയ്ക്ക് അകത്തത് ഉണ്ടാകും എന്നുള്ളതാ. ഇപ്പൊ നമ്മളൊരു അഡോളറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ ടീനേജ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു 1 ഇയർ ഓൺലൈൻ ഇസ്ലാമിക് കോഴ്സ് പോലെ ഒരു സംഭവം ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 7ാം ക്ലാസ് വരെയാണ് നമ്മൾ സാധാരണഗതിയിലുള്ള മദ്രസകൾ കിട്ടാറുള്ളത്. 8, 9 വളരെ റയർ ആണ്. കാരണം കുട്ടികൾ ഹൈസ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടികളുടെ സമയം മറ്റു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ബുദ്ധിമുട്ടാണ്. അപ്പോൾ 8ാം ക്ലാസ് എത്തുമ്പോഴത്തേക്കാണ് ശരിക്കും പറഞ്ഞാൽ കുട്ടികൾക്ക് കറക്റ്റ് ഗൈഡൻസ് കിട്ടേണ്ടത്. 7 വരെ അവർ പഠിച്ച കുറെ കാര്യങ്ങളുണ്ട്, ആ മൂല്യബോധത്തോടു കൂടി തന്നെ ആയിരിക്കും അവർ 8ാം ക്ലാസ്സിലേക്ക് പോകുന്നത്. പക്ഷെ 8ാം ക്ലാസ്സിലേക്ക് എത്തുന്ന ഒരു കുട്ടി 8, 9, 10 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ ഗൈഡൻസ് അവർക്ക് വേണം. ആ ഗൈഡൻസ് കിട്ടിയിട്ടില്ലെങ്കിൽ അതിൻ്റെതായ ഏജിൽ അവർക്ക് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെ. 7ാം ക്ലാസ്സിൽ കൊടുത്തതല്ല അവർക്ക് 8ാം ക്ലാസ് കൊടുക്കേണ്ടത്. ആ ഏജിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ ഏജിൽ അവർക്ക് അവരുടെ സ്കൂളുകളിൽ നിന്നും അവരുടെ സൊസൈറ്റിയിൽ നിന്നും അവരുടെ ഫ്രണ്ട്സിന്റെ ഇടയിൽ നിന്നും ഒക്കെ ഉണ്ടാകുന്ന പ്രഷറുകളുണ്ട്. ആ പ്രഷറിനെ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് ആ ഏജിൽ തന്നെ അവർക്ക് കിട്ടണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ അഡോളറ്റിക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടീനേജ് പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ബോധത്തിൽ നിന്നാണ് അത് ഉണ്ടായതെന്ന് പറയാം. അപ്പൊ നമ്മളുടെ പിന്നെ മക്കള് സാറ്റർഡേസ് ആണ് ഇതിന്റെ ക്ലാസ് വരുന്നത്. സാറ്റർഡേസ് രാത്രി 7:30ക്കാണ് ക്ലാസ് വരുന്നത് നമ്മളുടെ ഇന്ത്യൻ ടൈം അനുസരിച്ചിട്ട്. കുട്ടികൾ സ്പെൻഡ് ചെയ്യുന്ന ആ 1 മണിക്കൂർ ഉണ്ടല്ലോ, വെറും ആഴ്ചയിൽ 4 ക്ലാസ് എങ്ങാണ്ടേ അല്ല മാസത്തിൽ 4 ക്ലാസ്സൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ വരികയാണെങ്കിൽ അവർക്കൊരു 40 മണിക്കൂറായിരിക്കും ഒരു വർഷത്തിൽ അവർക്ക് കിട്ടുന്നുണ്ടാവുക. പക്ഷെ ആ 40 മണിക്കൂറുകൾ അവർ ഇരിക്കാൻ തയ്യാറാവുകയാണെന്നുണ്ടെങ്കിൽ ഒരു സാറ്റർഡേ കിട്ടുന്ന 1 മണിക്കൂർ അവരുടെ ജീവിതത്തിൽ അത് വലിയ ഇമ്പാക്ട് ഉണ്ടാക്കും. നിങ്ങളത് എവിടെയൊക്കെയാണോ അത്തരത്തിലുള്ള എന്തെങ്കിലുമൊക്കെ ഉള്ളത് അതിന് കുട്ടികളെ നമ്മൾ പിന്നെ ചേർക്കുക. അവർ മനസ്സോടൊക്കെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ആദ്യം 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർ സെറ്റ് ആകും. പക്ഷെ ആ ഇരുത്തങ്ങൾ ഉണ്ടല്ലോ, ഇഷ്ടമല്ലാതെ ഇരിക്കുന്നതായിരിക്കും. ചിലപ്പോൾ ഇങ്ങനെ കേൾക്കുന്നത് ഉപബോധ മനസ്സിങ്ങനെ എടുത്തിട്ടുണ്ടായിരിക്കും. 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴാണ് അറിയുക, ഞാൻ കുറച്ചും കൂടെ മെച്ചുവേർഡ് ആയിട്ടുണ്ടല്ലോ, ഫിസിക്കലി അല്ല ഇമോഷണലി അതുപോലെ തന്നെ ആത്മീയമായിട്ടും ഒക്കെ ഞാൻ കുറച്ച് ഇതായിട്ടുണ്ടല്ലോ, ഞാൻ ഈ സംഭവം ഇവിടുന്ന് കേട്ടിട്ടുണ്ടല്ലോ. കുട്ടി അങ്ങനെ വിചാരിക്കും. കുട്ടിയുടെ ഈ അഖീദ വിഷയത്തിൽ കുട്ടിക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചർ കൊടുക്കാൻ പറ്റുന്ന ഏജാണ് ഈ ഒരു പ്രായം, ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ഞങ്ങളൊക്കെ ഇസ്ലാം സ്വീകരിച്ച് വന്ന കുറച്ച് ടീമാണ് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെയൊക്കെ തന്നെയും ഈ ഒരു ഏജിൽ ഉണ്ടായിട്ടുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇതാണ്. കാരണം 8, 9, 10 ആ പ്രായങ്ങളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള ചിന്തകൾ ഒക്കെ വ്യത്യസ്തമാണ്. ഈ സമയത്താണ് നമ്മൾ പഠിച്ചവനെ പരിചയപ്പെടാനുള്ള സാഹചര്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മളിത് തുടങ്ങുന്നത് തന്നെ. ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. താല്പര്യമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. കുട്ടികൾ ഇരിക്കട്ടെ, കുട്ടികൾ അത്തരത്തിലുള്ള ക്ലാസ്സുകൾ കേൾക്കട്ടെ. എവിടെയൊക്കെ അങ്ങനത്തെയൊക്കെ ഉണ്ടോ നിങ്ങൾ അതിനകത്തേക്ക്, അതൊരു 1 hour ആണുള്ളതാണെങ്കിലും ഒരു വീക്കെൻഡ് പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിലും പറഞ്ഞയക്കുക. കുട്ടികൾ കേൾക്കട്ടെ. ചിലപ്പോൾ അതിങ്ങനെ കേട്ടിട്ട് ചിലപ്പോൾ ഇഷ്ടമായിട്ടുണ്ടാവില്ല, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിന്റെ ഇമ്പാക്ട് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. 1 വർഷം കഴിയുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സംഭവം കേട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പൊ വെറുതെയെങ്കിലും അവർക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അവർക്ക് ഇന്നൊരാളെ കോൺടാക്ട് ചെയ്യാലോ എങ്കിലും അങ്ങനെയെങ്കിലും അവർ വിചാരിക്കും. അപ്പൊ ആ രീതിയിലേക്ക് പിന്നെ മക്കൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ആ അവസരങ്ങൾ നാളെ നമുക്ക് പ്രാർത്ഥനയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഇതൊക്കെ പോരെ, സമയമായി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആർട്ട് ഓഫ് പാരന്റിങ് ആണ് പറഞ്ഞിട്ടുള്ളത്. ആർട്ട് എന്ന് പറഞ്ഞാൽ ലവ് ആണ്, സ്നേഹമാണ്, കുട്ടികളെ സ്നേഹിക്കുക, അത്രയേ ഉള്ളൂ സംഭവം. ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അവരത് വെച്ചിട്ട് വഴക്ക് പറയണ്ട, അങ്ങനെയല്ല ഇങ്ങനെയാണെന്നല്ല, അതൊരു വേറെ സെഷൻ തന്നെയാണ്. പക്ഷെ ഇതിൽ നമ്മൾ പറയുമ്പോൾ ഈ ഒരു രീതിയിലാണ് അതിനെ പറയാൻ സാധിക്കുക. കുട്ടികൾക്ക് എന്തായിരുന്നാലും ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതും മോറൽ ആയിട്ടുള്ള വാല്യൂസും അല്ലാത്തതും ഒക്കെ അവർക്ക് എന്താണ് നന്മ ഏതാണ് തിന്മ എന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടത് തന്നെയുണ്ട്. പക്ഷെ അത് സ്നേഹത്തിൽ നിന്നുകൊണ്ട് ആകുമ്പോൾ അതിന് വലിയ ഇമ്പാക്ട് ഉണ്ടാവും എന്നുള്ളതാണ്. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ എന്തെങ്കിലും സംഭവങ്ങളോ? ഞാൻ അങ്ങനെ വലിയ സ്പീഡിലാക്കിയതാണ് കേട്ടോ, കാരണം നമുക്ക് കുറച്ച് സമയം 8:30 കഴിഞ്ഞു. 7:30ക്ക് സ്റ്റാർട്ട് ചെയ്ത് 8:30 കഴിഞ്ഞു. അപ്പൊ നിങ്ങളൊക്കെ ബിസി ആവുമല്ലോ. നാളെ വർക്കിംഗ് ഡേ ആണ്. അപ്പൊ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടിയോ, എന്തെങ്കിലും മനസ്സിലായോ, എന്തെങ്കിലും ഉപകാരമുള്ളതാണോ? നിങ്ങൾക്ക് മൈക്ക് ചാറ്റ് ബോക്സ് ആക്റ്റീവ് അല്ല, ഇതല്ല, എനേബിൾ അല്ല. ഹലോ. വലൈക്കും. വലൈക്കും അസ്സലാം. അഡോളറ്റിക്സ് എന്ന് പറഞ്ഞത് ബോയ്സിനും ഇല്ലേ?
ബോയ്സിനും ഉണ്ട്. അത് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഗേൾസിനുള്ളതാണ് ഇപ്പൊ നമുക്ക്. പിന്നെ ബോയ്സിനുള്ളത് രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തു എനിക്കറിയില്ല. രജിസ്റ്റർ ചെയ്തിടാം, പക്ഷെ അവർക്ക് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യില്ല. ഗേൾസിനുള്ളതാണ്. ബോയ്സിനുള്ളത് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നില്ല. ഗേൾസിനുള്ളതാണ് നമ്മൾ ഇൻഷാല്ലാ നെക്സ്റ്റ് സാറ്റർഡേ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൺകുട്ടികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. ഒരു സമയമാകുമ്പോ അറിയിച്ചോളൂ. വേറെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും അങ്ങനെയല്ല എന്നുള്ളതോ എന്താണെങ്കിലും പറയാം കേട്ടോ. അങ്ങനെ നല്ലല്ലോ എന്നുള്ളതാണെങ്കിലും അങ്ങനെ ആണെന്നുണ്ടെങ്കിലും ഒക്കെ പറയാം. ഇല്ല, ആർക്കൊന്നുമില്ല പറയാൻ. ആയിക്കോട്ടെ. ഏതായിരുന്നാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പിന്നെ ആദ്യം ടീച്ചറോടാണ് ഞാൻ ജസാക്കല്ലാഹു പറയുന്നത്. ജസാക്കല്ലാഹു ഖൈർ. ടീച്ചറെ പിന്നെ ജോയിൻ ചെയ്തതിനും ഇങ്ങനെ സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് ജസാക്കല്ലാഹു ഖൈർ. പിന്നെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ളത് ടീച്ചറൊക്കെ ജോയിൻ ചെയ്തിട്ടുള്ള ഈ ഒരു മോംസോറയുടെ ഏർലി ബ്ലൂം എന്ന് പറഞ്ഞിട്ടുള്ള പാരന്റിങ് കോഴ്സ് ആണ്. ഈ ഒരു കോഴ്സ് ഒരു 3 മാസത്തെ ജേണിയാണ്. 3 മാസം ഒന്നും അല്ല, ഞാൻ ഇങ്ങനെ ഉണ്ടാവാറുണ്ട് പല ഇതായിട്ടും. പിന്നെ ഇപ്പൊ അടുത്താണ് അതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ക്ലോസ് ചെയ്തത്. പക്ഷെ ഇത്തരത്തിലുള്ള ക്ലാസ്സുകളും മറ്റു കാര്യങ്ങളായിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ 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 ഒരു എപ്പോഴും ഇങ്ങനെ ടച്ച് ഉണ്ട്, കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. അതിനകത്ത് നമ്മൾ ഈ ആർട്ടും അതുപോലെ തന്നെ സയൻസ് ഓഫ് പാരന്റിങ്ങും അതുപോലെ സ്പിരിച്വൽ പാരന്റിങ്ങും കൂടെ ഉള്ള ഒരു മൂന്നും കൂടെ ഉള്ള ഒരു ടൈപ്പാണ് ക്ലാസ്സസ് പോകുന്നത്. അതിനെ അനുസരിച്ചിട്ടുള്ള ഈ ആർട്ട് ഓഫ് പാരന്റിങ് ഞാൻ പറഞ്ഞു പോയ കാര്യങ്ങളൊക്കെ തന്നെയും ഓരോ ആഴ്ചയിലും നമ്മൾ തെറാപ്പി പോലെ ചെയ്യുന്നുണ്ട്. നമ്മളത് പിന്നെ കുട്ടികളെ ആയിട്ടുള്ള കണക്ഷൻ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ല രീതിയിലുള്ള ടാസ്കുകൾ കൊടുക്കുന്നുണ്ട്. ആ ടാസ്കുകളുടെ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കുട്ടീനെ ഒന്ന് ഹഗ് ചെയ്യാനായിരിക്കെങ്കിൽ കൂടിയും അതിലെ പാർട്ടിസിപ്പൻസ് അത് ഷെയർ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതം തോന്നിയിട്ടുണ്ട്. കാരണം ഹഗ് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കുട്ടിക്ക് ഇഷ്ടമുള്ള ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക, കുട്ടിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. പക്ഷെ അത് മനസാന്നിധ്യത്തോടു കൂടി നമ്മൾ ചെയ്യുമ്പോൾ അതിൽ കിട്ടുന്ന ഒരു ആഹ്ലാദം അവർ ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നിയിട്ടുണ്ട്. ഫോട്ടോസ് ഷെയർ ചെയ്യാറുണ്ട്. അപ്പോ നമ്മളുടെയൊക്കെ നമ്മൾ മറന്നുപോയിട്ടുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ ഈ 5-8 കാര്യങ്ങളൊന്നും ഓരോന്നും ഓരോ ഹെഡിങ് പോലെ ഒന്ന് എഴുതിയിട്ട് നമ്മൾ കാണുന്നിടത്ത് എവിടെയെങ്കിലും ഒന്ന് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്റെ കുട്ടീനെ ഞാനൊന്ന് ഹഗ് ചെയ്തോ, അവനെ ഞാൻ ഉമ്മ വെച്ചു, അവനോട് ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ തെറ്റ് ചെയ്തതിന് ഞാൻ സോറി പറഞ്ഞു, അവന് ഞാൻ എന്തെങ്കിലും എന്നെ സഹായിച്ചപ്പോൾ ഞാൻ നന്ദി പറഞ്ഞു, ഇങ്ങനെ അവനോട് ഞാൻ നല്ല സ്നേഹത്തോടു കൂടിയാണ് ഒന്ന് പെരുമാറിയത്. അങ്ങനെ രീതിയിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു 5-8 പോയിന്റ്സ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾ ഇരിക്കുന്നൊരിടത്തോ നിങ്ങൾ എപ്പോഴും കാണുന്നിടത്തോ ഒന്ന് എഴുതി ഒട്ടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ 100% എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങൾ ഇങ്ങനെ പോയി കഴിയുമ്പോൾ നിങ്ങളുടെ 50-യിലേക്കാണ് നിങ്ങൾ പോകുന്നത്. നിങ്ങളുടെ 50-യിലേക്ക് നിങ്ങൾ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്ത് നിന്ന് കിട്ടുന്ന റിയാക്ഷൻസ്, അതിന്റെ റിഫ്ലക്ഷൻ, അത് പടച്ചോൻ തിരിച്ചു തരുന്നതാ. അത് ഇങ്ങനെ അതേപോലെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് രണ്ടും കൂടി ഒരുമിച്ച് കൂടും. അവിടെയാണ് 100 ഉണ്ടാവുന്നത്. ഇപ്പൊ ഒരു ഹാർട്ട് ഇതിങ്ങനെ പിടിക്കൂല ഹാർട്ടിനെ. ഈ ഹാർട്ടിന് നമ്മളിങ്ങനെ ഹാർട്ട് ഷേപ്പ് ഉണ്ടാക്കുമല്ലോ, അത് ഈ 2 ഹാർട്ടും കൂടെ, ഈ 2 കൈയും കൂടെ ഇങ്ങനെ വെക്കുമ്പോഴാണെന്ന് പറയാറുണ്ട്. ഇങ്ങനെ വെക്കുമ്പോഴാണ് ഹാർട്ട് ഉണ്ടാകുന്നത്. അപ്പോ അതേപോലെ ഒന്നേ നമുക്ക് ചെയ്യാനുള്ളൂ, മറ്റേതെന്ന് പറഞ്ഞാൽ അതിന്റെ റിഫ്ലക്ഷനാണ്. അത് രണ്ടും കൂടെ കൂടുമ്പോഴാണ് ഒരൊറ്റ ഹൃദയം ഉണ്ടാകുന്നത്. അപ്പൊ അതേപോലെ നമ്മളുടെ ഭാഗത്തുള്ളത് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ്. മറ്റുള്ള ഭാഗത്തുള്ളത് തന്നാലെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും ഇൻഷാ അല്ലാഹ്. അത്തരത്തിലുള്ള നല്ല പാരന്റ്സ് ആവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. ജോയിൻ ചെയ്ത എല്ലാ ആളുകൾക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുകയാണ്. ജസാക്കുമുല്ലാഹു ഖൈർ. ടീച്ചർക്ക് പ്രത്യേകം അറിയിക്കുകയാണ്. അതുപോലെ തന്നെ എന്റെ കോഴ്സിലുള്ള ആളുകൾ ഇതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നാണ് എന്റെ ഒരു അറിവ്. അവർക്ക് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വഹിദാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഒരു കാര്യം കൂടെ പറയട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട് മോംസോറ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണലി എന്തെങ്കിലും എന്നോട് അറിയിക്കണം എന്നുണ്ടെങ്കിൽ എന്റെ വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. എന്തെങ്കിലും സംശയങ്ങളോ മറ്റു കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും എനിക്ക് അറിയാവുന്നതാണെങ്കിൽ ഞാൻ അത് ക്ലിയർ ചെയ്ത് തരാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته.